Hi students, നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തത് ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ ആയിരുന്നു. എന്താണ് ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് കോമ്പിനേഷനിൽ വരിക? നമ്മളുടെ ഐസോകോണ്ടും അതുപോലെ ഐസോ കോസ്റ്റ് ലൈൻസും നമ്മൾ പഠിച്ചു. അപ്പോൾ ഐസോകോസ് കർവിനെ നമ്മുടെ ഐസോകോൺ കർവിനെ ടാൻജൻ്റ് ആയിട്ട് ഐസോകോസ്റ്റ് ലൈൻ വരുമ്പോൾ ആ ഒരു പോയിന്റിലാണ് നമ്മൾ ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ലേബറും അതുപോലെ ക്യാപിറ്റലും യൂസ് ആവുന്നുണ്ടോ അതായിരിക്കും നമ്മുടെ ലീസ്റ്റ് കോസ്റ്റ്. അതായിരുന്നു നമ്മൾ ഈ ഡയഗ്രാം വെച്ചും പറഞ്ഞത്. ഇത് ഐസോകോൺ കർവും അതേപോലെ ഐസോകോസ്റ്റ് ലൈൻസുമാണ് വരച്ചിരിക്കുന്നത്. സോ ദ പോയിന്റ് ബോത്ത് ടച്ചസ് ടുഗെദർ ആസ് അറ്റ് ക്യൂ. സോ ക്യൂ ഇസ് എ പോയിന്റ് വേർ ദർ ഇസ് ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ. ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ രണ്ട് കർവും കൂടെ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ അപ്പോഴുള്ള അത്രയും ലെവൽ ഓഫ് ലേബറും അത്രയും ലെവൽ ഓഫ് ക്യാപിറ്റലും യൂസ് ചെയ്താൽ നമുക്ക് എങ്ങനെ ഏറ്റവും മിനിമം കോസ്റ്റിൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നമുക്ക് പ്രോസസ്സിങ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. സോ ഇത് വെച്ച് നമ്മുടെ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കേണ്ടത് വാട്ട് ഈസ് മെൻ ബൈ എക്കണോമീസ് ഓഫ് സ്കെയിൽ. എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മെൻ ബൈ എക്കണോമീസ് ഓഫ് സ്കെയിൽ? ആ വാക്കുകൾക്ക് നമുക്ക് എന്താ മനസ്സിലാവുന്ന ഒരു എക്കോണമീസ് മീൻസ് വി ആർ ഗെറ്റിംഗ് സംതിങ് ഇൻ ബെനിഫിറ്റ് ഓൺ ബേസിസ് ഓഫ് ദി പ്രൊഡക്ഷൻ. സ്കെയിൽ എന്ന് പറയുമ്പോൾ ലോങ് സ്കെയിലാണോ ഷോർട്ട് സ്കെയിലാണോ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. സോ ദ അഡ്വാൻറ്റേജസ് ദാറ്റ് ക്യാൻ സംടൈംസ് ഒക്കെ ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസിങ് ദ സൈസ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ് വളർത്തുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ വളരുന്നതിനനുസരിച്ച് നമുക്ക് എത്രത്തോളം അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട് അതിനെയാണ് നമ്മൾ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുക. സോ ലാർജർ ദ ബിസിനസ് ദ മോർ ദ കോസ്റ്റ് സേവിങ്. നമ്മൾ ബിസിനസ് കൂട്ടി അപ്പോൾ നമുക്ക് കോസ്റ്റ് സേവിങ് കൂടുതലായിരിക്കും. നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഈ എക്കണോമീസ് ഓഫ് സ്കെയിൽ പറയുന്നത്. So that is told in a small sentence, that is increase in the output causes long run average cost to fall. Long run average cost നമുക്ക് കുറയ്ക്കാൻ പറ്റും when we are increasing the output. അപ്പോൾ ഔട്ട്പുട്ട് കൂട്ടുമ്പോൾ നമുക്ക് ലോങ് റൺ ആയിട്ടുള്ള ആവറേജ് കോസ്റ്റ് എന്താ കുറയ്ക്കാൻ പറ്റും and they tend to fall. So this economies of scale is classified into two types. നമുക്കറിയാം internal economies external economies of സ്കെയിൽസും ഉണ്ട്. അപ്പോൾ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അതും ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണ് ലോങ് റൺ ആയിട്ടുള്ള. അപ്പോൾ അത് രണ്ട് രീതിയിലാണ്, ടു ടൈപ്സ്. അതെ, ഇൻറ്റേർണൽ എക്കോണമീസ് ആൻഡ് എക്സ്റ്റേർണൽ എക്കോണമീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ കൺസെപ്റ്റ് എടുക്കാം, ഇൻറ്റേർണൽ എക്കോണമീസ്. അപ്പം ഇൻറ്റേർണൽ എക്കോണമീസ് എന്ന് പറയുമ്പോൾ പല പല കാര്യങ്ങൾ അതിനുള്ളിൽ വരുന്നുണ്ട്. അതാണ് ടെക്നിക്കൽ എക്കോണമീസ്, then economy of labor, managerial economics, commercial economics, capital economics and risk bearing economics. ഇതൊക്കെയാണ് internal economies എന്ന് പറയാം. അപ്പം the internal economies are those economies which occur to a single firm due to the increase in the sale of production. അപ്പം ഒരു സിംഗിൾ ഫേം കൺസെപ്റ്റിലാണ് നമ്മൾ ഇൻറ്റേർണൽ എക്കോണമീസ് പറഞ്ഞാൽ ഒരു ഫേമിന് എങ്ങനെ അവരുടെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിനനുസരിച്ച് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റും. The cost can be reduced by using more efficient production methods or an efficient management of resources. നമ്മൾ റിസോഴ്സസ് പ്രോപ്പർലി മാനേജ് ചെയ്യാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ മെത്തേഡ്സ് എല്ലാം നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യണമെങ്കിൽ വി ക്യാൻ റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ എ ഫേം. സോ ഇൻറ്റേർണൽ എക്കോണമീസിൻ്റെ ഫസ്റ്റ് ടൈപ്സുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം, വാട്ട് ഇസ് ടെക്നിക്കൽ എക്കോണമി. സോ ഇഫ് we are using the modern production technology, പുതിയ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ടെക്നോളജി യൂസ് ചെയ്യുകയാണെങ്കിൽ we can reduce the cost of production. So a large firm, as it increases the production, can make use of the optimum utilization of plant and machinery, and there they will be using the most modern technologies. അല്ലേ, ഒരു സ്മോൾ ഫേം യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും ലാർജ് ഫേമിലും. അതിനനുസരിച്ച് തന്നെ അവർക്ക് എക്കോണമീസ് ഓഫ് സ്കെയിലും സംഭവിക്കാം. ഇതാണ് ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് വൺ ഈസ് ദ എക്കോണമി ഓഫ് ലേബർ. ദാറ്റ് ഈസ് ഒരു ലാർജ് ഫേമിൽ അവിടെയുള്ള ലേബറിനെ അല്ലെങ്കിൽ അവരുടെ ഡിവിഷൻ ഓഫ് ലേബർ കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും ദാൻ എ സ്മോൾ ഫേം. ഇപ്പോൾ ഒരു ലാർജ് ഫേം ആണെങ്കിൽ അവിടെയുള്ള ലേബേഴ്സ് പല കാറ്റഗറി ഉണ്ടാവും, സ്കിൽഡ് ഉണ്ടാവും, അൺസ്കിൽഡ് ഉണ്ടാവും. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ അവിടെ കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടാണ് ഓരോരോ വർക്കിന് വേണ്ടി അതിന് ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരെ തന്നെയായിരിക്കും നമ്മൾ അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതോടെ നമുക്ക് എന്താ നമ്മുടെ ഫേമിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. എഫിഷ്യൻസി കൂട്ടിയാൽ നമുക്കറിയാം കൂടുതൽ ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. കുറച്ച് സ്പെഷ്യലൈസ് സ്കില്ലുള്ള ആൾക്കാർ തന്നെയായിരിക്കും ഔട്ട്പുട്ട്
ഉണ്ടാക്കുന്നതും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്താ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റുമെന്നാണ് ദിസ് എക്കണോമി ഓഫ് ലേബർ പറയുന്നത്. സോ ആസ് എ നമ്പർ ഓഫ് എംപ്ലോയീസ് ആർ ലെസ് ഇൻ എ സ്മോൾ ഫേം. പക്ഷേ ഒരു സ്മോൾ ഫേമിലാകുമ്പോൾ എന്താ എംപ്ലോയി പല പല ടാസ്കുകൾ ചെയ്യുന്നുണ്ടാവും, അയാൾ കുറേ കാര്യങ്ങളുടെ മാസ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഒന്നിനും മാസ്റ്റർ ആവുന്നില്ല. അപ്പോൾ അയാൾ കുറേ സമയങ്ങൾ ഒരു ടാസ്ക് ചെയ്ത് അടുത്തയിലേക്ക് പോകാനൊക്കെ എടുക്കും. അപ്പോൾ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. ഇതാണ് എക്കോണമി ഓഫ് ലേബർ ഇൻ എ ലാർജ് ഫേം എങ്ങനെ സംഭവിക്കും എന്നുള്ളത്. ഇനി മൂന്നാമതാണ് മാനേജറിയൽ എക്കണോമിക്സ്. ദാറ്റ് ഈസ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങും ഫിനാൻസും അതുപോലെ ഹ്യൂമൻ റിസോഴ്സിനെയൊക്കെ നമ്മൾ പ്രോപ്പർലി നമ്മുടെ എക്കണോമിക്സ് കൺസെപ്റ്റ് ഉപയോഗിച്ച് മാനേജ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അവിടെ എപ്പോഴും ഒരു വലിയ ഫേമിൽ വലിയ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഉണ്ടാവും. അവരായിരിക്കും അവരുടെ സബോർഡിനേറ്റ്സിന് ഓരോ വർക്ക് അവരുടെ എഫിഷ്യൻറ്റ് വേയിൽ ചെയ്ത് തീർപ്പിക്കുന്നതും. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടും ഇവിടെ പ്രൊഡക്ഷൻ കൂട്ടാനും അത് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്താ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാനും പറ്റുന്നു. നെക്സ്റ്റ് ദ കൊമേഴ്ഷ്യൽ എക്കോണമീസ്. കൊമേഴ്ഷ്യൽ മീൻസ് നമ്മൾ ബൈയിങ് ആൻഡ് സെല്ലിങ് കൺസെപ്റ്റ് മാത്രമാണ് കൊമേഴ്ഷ്യൽ വരുന്നത്. അപ്പോൾ ലാർജർ എക്കോണമി ആകുമ്പോൾ എന്താ, നമുക്ക് കൂടുതൽ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യാൻ പറ്റും ലാർജർ ഫേംസ് ആകുമ്പോൾ. പക്ഷേ ഒരു സ്മോളർ ഫേമിൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഒക്കെ കുറവാണ്. ഒരു ലാർജർ ഫേമിലാകുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യാനും ഒക്കെ ഫെസിലിറ്റി ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പല രീതിയിലുള്ള പർച്ചേസുകളും കൂട്ടാം. എന്നിപ്പോൾ നമ്മളൊരു എക്കോണമി ബൾക്ക് ബൈയിങ് ചെയ്യുക, അപ്പോൾ കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്ന ഒരാളുടെ അടുത്ത് നിന്ന് നമുക്ക് ബൾക്കായിട്ട് വാങ്ങാൻ പറ്റും അല്ലെ ഗുഡ്സ്. അതുപോലെ ബാർഗെയിനിങ് അഡ്വാൻറ്റേജ്, ക്രെഡിറ്റ് ടേംസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. സോ എക്കോണമീസ് ഇൻ ബൈയിങ് will help to sell the products at a reduced rate. ആ റെഡ്യൂസ്ഡ് റേറ്റിൽ നമ്മുടെ ലാർജ് ഫേംസിനൊക്കെ ഓക്കെ ആയിരിക്കും, പക്ഷേ സ്മോളർ ഫേംസിനാണെങ്കിൽ അത് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ എക്കോണമീസും ബൈയിങ് ആൻഡ് സെല്ലിങ്ങും കൂടുതൽ നമുക്ക് ബെനിഫിഷ്യൽ ആവുന്ന ഇൻ കേസ് ഓഫ് ലാർജർ ഫേംസിലായിരിക്കും. പിന്നെ ക്യാപിറ്റൽ എക്കോണമീസ് എന്ന് പറഞ്ഞാൽ എന്താ, എക്കോണമി ഓഫ് ക്യാപിറ്റൽ. ദാറ്റ് ഈസ് ക്യാപിറ്റൽ പല രീതിയിലുള്ള ക്യാപിറ്റലാണ് നമുക്കൊരു ഫേമിന് വേണ്ട. ഫിക്സ്ഡ് ക്യാപിറ്റലും ഉണ്ട്, അതുപോലെ വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് കയ്യിൽ റിക്വയർമെൻ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പുറത്തുനിന്നുള്ള പബ്ലിക്കിൽ നിന്ന് ചിലപ്പോൾ ഇഷ്യൂസിലൂടെ ഷെയർസിലൂടെ നമ്മൾ ഫണ്ട് വാങ്ങും, അല്ലെങ്കിൽ ബാങ്കുകളെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ നമ്മൾ ഫണ്ട് വാങ്ങും. പക്ഷേ എപ്പോഴും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ലാർജ് ഫേം വിൽ ബി ഓൾവേസ് ലെസ്സർ ദാൻ ദാറ്റ് ഓഫ് സ്മോൾ ഫേം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവായിരിക്കും ലാർജ് ഫേമിന് വേണ്ടത് ഒരു സ്മോൾ ഫേമിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പിന്നെയുള്ള ലാസ്റ്റ് വണ്ണാണ് റിസ്ക് ബിയറിങ് എക്കോണമീസ്. ദാറ്റ് ഈസ് എ ലാർജ് ഫേം ഇസ് ഹെൽത്തിയർ ഇനഫ് ടു ബിയർ ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ബിസിനസ് അല്ലേ. ലാർജ് ഫേം ആകുമ്പോൾ അവർക്ക് പല രീതിയിലുള്ള ബിസിനസ്സുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈഡ് പ്രൊഡക്ട്സ് ഉണ്ടാവും, അപ്പോൾ അവരുടെ റിസ്ക് കുറവാണ്. പക്ഷേ ഒരു സ്മോളർ ഒരു ചെറിയ ഫേം ആണെങ്കിൽ അവർ ഒരു പ്രൊഡക്റ്റൊക്കെ ഉണ്ടാവുന്നു, ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ക്ലിക്കായില്ലെങ്കിൽ അവർ ഫെയിലിയർ ആവും. അപ്പോൾ റിസ്ക് ബിയറിങ് എക്കോണമീസും കൂടുതൽ നമ്മൾ കാണുന്നത് എവിടെയാണ്, നമ്മളുടെ ഫേംസിലാണ്, ലാർജർ വൺസിലാണ്. ഇതൊക്കെയാണ് ഇൻറ്റേർണൽ എക്കോണമീസ് ഓർ ദാറ്റ് ആർ എക്കോണമീസ് റിലേറ്റഡ് ടു ആ ഫേം ഇറ്റ് സെൽഫ്. ദാറ്റ് ഈസ് ടെക്നിക്കൽ എക്കോണമി, എക്കോണമി ഓഫ് ലേബർ, മാനേജറിയൽ എക്കണോമിക്സ്, കൊമേഴ്ഷ്യൽ എക്കണോമിക്സ്, ക്യാപിറ്റൽ എക്കണോമിക്സ് ആൻഡ് റിസ്ക് ബിയറിങ് എക്കോണമീസ്. ഓക്കെ, ഇനിയുള്ളത് നമ്മുടെ എക്സ്റ്റേണൽ എക്കോണമിയാണ്. അപ്പോൾ ഇൻറ്റേർണൽ പറഞ്ഞു, അപ്പോൾ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, those economies that occur to the whole of the industry arising from the localization of ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ എക്കോണമീസ് എന്ന് പറയുന്നത്. സോ വെൻ മോസ്റ്റ് ഓഫ് ദ ഫേംസ് ഇൻ ആൻ ഇൻഡസ്ട്രി സെറ്റ് അപ്പ് ദിയർ ഫാക്ടറീസ് ഇൻ എ പെർട്ടിക്കുലർ ലൊക്കേഷൻ, ഒരു പെർട്ടിക്കുലർ ഏരിയയിലാണ് എല്ലാ ഇൻഡസ്ട്രികളും കൊണ്ട് വന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ലോക്കലൈസേഷൻ ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുക. ഓക്കെ, ഈ എക്സ്റ്റേണൽ എക്കോണമീസ് തന്നെ നമുക്ക് നേരത്തെ ഇൻറ്റേർണൽ ക്ലാസിഫൈ ചെയ്ത പോലെ ഹിയർ വി ക്യാൻ ക്ലാസിഫൈഡ് ഇൻ ടു 2 types, ദാറ്റ് ഈസ് എക്കോണമി ഓഫ് കോൺസെൻട്രേഷൻ, എക്കോണമീസ് ഓഫ് ഇൻഫർമേഷൻ. സോ എക്കോണമീസ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ അടുത്ത് തന്നെയാണ് എല്ലാ ബെനിഫിറ്റ്സും, അല്ലെങ്കിൽ ഒരു ഫേംസ് ഒരു ഇൻഡസ്ട്രിയുടെ ലോക്കലൈസ്ഡ് ആണ്. ലോക്കലൈസേഷൻ നമ്മൾ പറഞ്ഞു, എല്ലാ ഫാക്ടറീസും വന്ന് ഒറ്റൊരു ലൊക്കേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ ലോക്കലൈസേഷൻ എന്ന് പറയും. അപ്പോൾ അവിടെ ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഡെവലപ്ഡ് ആവും, ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, ബാങ്കിങ് എല്ലാം അവിടെ ഡെവലപ്ഡ് ആവും, റോ മെറ്റീരിയൽ സപ്ലൈസ് ഉണ്ടാവും, വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് ഉണ്ടാവും, ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും പവർ ജനറേഷനും ഒക്കെ കിട്ടും. അതിനെയാണ് എക്കോണമീസ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞത്, ഒരുമിച്ചാണ് എല്ലാം കൂടെ എങ്കിൽ. അതേപോലെ എക്കോണമീസ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് എവറി ഫേംസ് ആർ ഇൻ വൺ ലൊക്കേഷൻ. സോ അവിടെ തന്നെ പബ്ലിക്കേഷൻ ഓഫ് ട്രേഡ് ആൻഡ് ടെക്നിക്കൽ ജേർണൽസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതെല്ലാം വളരെ സുഖമായിരിക്കും. ബിക്കോസ് എവറിത്തിങ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ സിംഗിൾ
ലൊക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പെൻഡിച്ചർ കുറവായിരിക്കും. സ്കാറ്റേർഡ് ഇൻഡസ്ട്രിയിൽ നമ്മളൊരു ജേർണൽസ് പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഓരോ ഇൻഡസ്ട്രികളും ഒറ്റയ്ക്ക് ചെയ്യണം. ഇതിനെ ഒരുമിച്ച് തന്നെ നമുക്ക് ഒരു ജേർണൽ പബ്ലിഷ് ചെയ്യാനാണെങ്കിലും ട്രേഡ് ജേർണൽസ് ആണെങ്കിലും ടെക്നിക്കൽ ജേർണൽസ് ആണെങ്കിലൊക്കെ പബ്ലിഷ് ചെയ്യുന്ന സുഖമായിരിക്കും. ഇതാണ് എക്സ്റ്റേണൽ എക്കോണമീസ്. അപ്പോൾ നമ്മൾ എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്താണെന്നും അതിൻ്റെ 2 പാർട്സും പറഞ്ഞു. എക്സ്റ്റേണൽ എക്കോണമീസ് എന്താണെന്ന്, ഇൻറ്റേർണൽ എക്കോണമീസ് എന്താണെന്നും. ഇനിയുള്ളത് ഡിസെക്കോണമീസ് ഓഫ് സ്കെയിലാണ്. വാട്ട് ഈസ് മെൻ ബൈ ഡിസെക്കോണമീസ്? ഓപ്പോസിറ്റ് ഓഫ് എക്കോണമീസ് ഓഫ് സ്കെയിൽ. എക്കണോമീസ് ഓഫ് സ്കെയിൽ നമ്മൾ പറഞ്ഞ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് കോസ്റ്റ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് ടു ഫോൾ, കുറയുവാണ് അല്ലേ. നമ്മൾ ഔട്ട്പുട്ട് കൂട്ടുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുന്നു. എന്നാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിലോ അതിനെയാണ് നമ്മൾ ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുക. സോ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് കോസസ് ദ ലോങ് ടേം ആവറേജ് കോസ്റ്റ് ടു ഇൻക്രീസ്. So those firms which have reached an optimum state and there is no more motive in further expansion. എത്ര ഇനി വലുതാക്കിയാലും ഒരു എക്സ്പാൻഷൻ ചെയ്താലും അതിൽ നിന്ന് ഒരു രീതിയിലുള്ള ബെനിഫിറ്റും കിട്ടത്തില്ല. അങ്ങനെയുള്ള ഇൻഡസ്ട്രികളുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫേംസ് ഉണ്ടാവും. അവിടെയാണ് നമ്മൾ ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ കാണുന്നത്. അപ്പോൾ ഇതും നമ്മുടെ എക്കോണമീസ് ഓഫ് സ്കെയിലിലെ എക്സ്റ്റേണൽ ഇൻറ്റേർണൽ പോലെ ഇവിടെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇൻറ്റേർണൽ ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ ആൻഡ് എക്സ്റ്റേണൽ ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ. അപ്പോൾ ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സിറ്റി കൂടുന്നതിനനുസരിച്ച് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ വരും അല്ലേ. ഇപ്പം ഒരു ചെറിയ ഫേമാണ്. ആ ചെറിയ ഫേമിൽ നമ്മൾ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. പക്ഷേ അവിടേക്ക് പുതിയ ടെക്നോളജീസ് എല്ലാം കൊണ്ടുവന്നു. പക്ഷേ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് അതിനെ പറ്റിയിട്ടുള്ള നോളജ് ഇല്ല എങ്കിൽ വാട്ട് ഹാപ്പൻ, ഹാൻഡ്ലിംഗ് വിൽ ബി ഡിഫിക്കൽട്ട്. അപ്പോൾ ഹാൻഡ്ലിംഗ് ഡിഫിക്കൽട്ട് ആകുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കൂടും. ചിലപ്പോൾ നമ്മൾ എക്സ്പോർട്സിനെ പുറത്തുനിന്ന് വെക്കേണ്ടി വരും. അങ്ങനെയുള്ള കോസ്റ്റുകൾ കൂടാനായിരിക്കും ചാൻസ്. അപ്പോൾ ആവറേജ് കോസ്റ്റ് ടെൻഡ്സ് ടു ഇൻക്രീസ് ഇൻ ദാറ്റ് കേസ്. അതേപോലെ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി ലോക്കലൈസ്ഡ് ഏരിയ. ഇപ്പോൾ ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള റൂറൽ ഏരിയയിലുള്ളൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ നോക്കുക, അല്ലെങ്കിൽ അവിടെ കൂടുതൽ പ്ലാന്റ് വലുതാക്കാൻ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിന് വേണ്ടി നമ്മൾ കൂടുതൽ സാലറി കൊടുക്കേണ്ടി വരും, അതായത് വേജ് കൊടുക്കേണ്ടി വരും. പുറത്തുനിന്നുള്ള കമ്പനികളുടെ കോമ്പറ്റീഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഹയർ റെൻറ്റ്സ്, നമ്മൾ വാടകയ്ക്ക് എടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അതിന് റെൻറ്റ് കൂടി വരും. അങ്ങനെയുള്ളതാണ് നമ്മൾ എക്സ്റ്റേണൽ ഡിസെക്കോണമീസ് ഓഫ് സ്കെയിലായിട്ട് പറയുന്നത്. അപ്പോൾ ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ഓഫ് ദി എക്കോണമീസ് ഓഫ് സ്കെയിൽ, വെദർ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് കോസസ് a long run average cost to increase itself. So this occurs in those firms where the optimum state, which are in optimum state and no more further expansion is possible. കൂടുതൽ എക്സ്പാൻഷൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കോസ്റ്റ് കൂടുന്ന കേസുകൾ, അത് ഇൻറ്റേർണലും അതുപോലെ എക്സ്റ്റേണലും പറഞ്ഞു. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോംപ്ലക്സിറ്റി കൂട്ടുക, നമ്മുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് കൊണ്ടുവന്നു. അപ്പോൾ അതൊന്ന് ഹാൻഡിൽ ചെയ്യാനുള്ള കാലിബറുള്ള ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്യേണ്ടി വരും നമ്മുടെ എംപ്ലോയീസിനെ. അത് നമുക്ക് ഡിഫിക്കൽട്ട് ആകും, കൂടുതൽ കോസ്റ്റ് ആക്കും. അതേപോലെ എക്സ്റ്റേണൽ ഡിസെക്കോണമീസ്, ഒരു ലോക്കലൈസ്ഡ് ഏരിയയിലാണെങ്കിൽ അവിടെ നമ്മൾ കൂടുതൽ വേജസ്, കൂടുതൽ റെൻറ്റ്, കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ. We have discussed what is economies of scale and what is diseconomies of scale. Economies of scale is nothing. It is the increase in the output causes a long run average cost to fall. Two classification, where diseconomies means increase in output causes long run average cost to increase. Avadin two types, internal and external. Okay, so next one is the pricing policies and the practices. ഇപ്പോൾ നമ്മൾ എന്താണ് എക്കോണമി അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്ഷൻ ഫങ്ഷനാണ് പഠിച്ചത്. ലാൻഡും ലേബറും ക്യാപിറ്റലും ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് പ്രൊഡക്ഷൻ ഫങ്ഷനെ കൺട്രോൾ ചെയ്യുന്നത്, അതിലെന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നു, അപ്പം എങ്ങനെയാണ് നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് വരുന്നത്, മാർജിനൽ കോസ്റ്റ്, അതുപോലെ ആവറേജ് കോസ്റ്റ് വരിക, അതെല്ലാം ഏതെല്ലാം സ്റ്റേജിലൂടെ പോകുന്നുണ്ട്, എന്തൊക്കെ ലോസ് ആണ് അതിനെ ബേസ് ചെയ്യുന്നത്, ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, അതുപോലെ റിട്ടേൺ ടു സ്കെയിലും പറഞ്ഞു. ആൻഡ് ലാസ്റ്റ് വി ഹാവ് ഡിസ്കസ് ദ എക്കോണമീസ് ഓഫ് സ്കെയിൽ ആൻഡ് ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ. ഇനിയുള്ളത് ദ പ്രൈസിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ആണ്. എങ്ങനെയാണ് നമ്മൾ പ്രൈസിങ് ചെയ്യുന്നത് അല്ലേ? ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് ചെയ്യേണ്ടത് ആരാ? അവിടെ ആ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ഫേമാണ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള ഇൻഡസ്ട്രീസ് എങ്ങനെയാണോ, അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എത്രത്തോളം പ്രൈസാണ് ഒരു പ്രൊഡക്റ്റിന് കൊടുക്കുന്നത്, ആ ഒരു ബേസിനായിരിക്കും നമ്മൾ നമ്മുടെ പ്രൈസ് ഫിക്സ് ചെയ്യണം. ഈ വി ആർ ഇൻ എ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. എങ്കിൽ പെർഫെക്റ്റ്ലി കോമ്പറ്റീഷനുള്ള മാർക്കറ്റ് ആണെങ്കിൽ അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഓരോ മാർക്കറ്റിനനുസരിച്ച് നമ്മുടെ പ്രൈസിങ് രീതികൾക്കും വ്യത്യാസം വരുന്നുണ്ട്. അതൊക്കെയാണ് നിങ്ങൾ ഇനിയുള്ള പോർഷനിൽ പഠിക്കാൻ പോകണം. ഇപ്പം നമുക്കറിയാം, ഒരു പ്രൈസ് റീസണബിൾ ആണെങ്കിൽ എന്താ, എല്ലാ ബയേഴ്സും പ്രൊഡക്റ്റ് വാങ്ങാനൊക്കെ റെഡി ആയിരിക്കും. പക്ഷേ പ്രൈസ് ഭയങ്കര കൂടുതലാണെങ്കിൽ
കുറച്ച് ആൾക്കാരെ വാങ്ങുന്നുണ്ടാവുള്ളൂ. അപ്പം ഒരു പ്രൈസ് തന്നെയാണ് ഒരു പ്രൊഡക്റ്റ് സക്സസ് ആവണോ ഫെയിലിയർ ആവണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ പ്രൈസിനെ മാർട്ടിൻ ബെൽ എന്ന് പറഞ്ഞ ഒരാൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഇസ് ഡേഞ്ചറസ് ആൻഡ് എക്സ്പ്ലോസീവ് മാർക്കറ്റിംഗ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. ഡേഞ്ചറസ് ആ പ്രൈസ് അല്ലേ, കുറേ കൂടുതലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മാർക്കറ്റിലൊരു പൊസിഷൻ പോലും കിട്ടത്തില്ല. ആൻഡ് ഇറ്റ്സ് ആൻ എക്സ്പ്ലോസീവ് മാർക്കറ്റിംഗ് ഫോഴ്സ്. ചില സമയത്ത് ആ പ്രൈസ് കുറച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാർക്കറ്റിലേക്ക് ഇടിച്ച് കയറാനും പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് എവറി ബിസിനസ് ഫേം ഷുഡ് ഹാവ് എ ഗുഡ് പ്രൈസിങ് പോളിസി ടു മാക്സിമൈസ് ദ സെയിൽസ് റവന്യൂ. സെയിൽസ് കൂട്ടണമെങ്കിൽ എപ്പോഴും പ്രൈസിങ് മെത്തേഡ് അഡോപ്റ്റഡ് ഷുഡ് ബി വെരി അക്യുറേറ്റ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൈസിങ് മെത്തേഡ് തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള കുറേ കൺസെപ്റ്റുകളുണ്ട്. നമ്മൾ എപ്പോഴും ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ഏറ്റവും കമ്പനി നല്ല പൊസിഷനിലാണെന്ന് കാണിക്കണമെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നായിരുന്നു നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഷുഡ് ബി വെരി ലെസ് ദാൻ ദ സെയിൽസ് റവന്യൂ. ഇതായിരുന്നു നമ്മുടെ കൺസെപ്റ്റ്. പക്ഷേ ഇപ്പോൾ ഈ മോഡേൺ ബിസിനസ് കൺസെപ്റ്റിൽ നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ നിന്ന് നമ്മൾ മാറിയിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് സെയിൽസ് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് അല്ല നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സെയിൽസ് ആണ്. സെയിൽസ് പ്രോക്സിമൈസേഷൻ അല്ലെങ്കിൽ മാക്സിമൈസേഷൻ വഴിയായി നമ്മൾ പ്രോഫിറ്റിലേക്ക് എത്താൻ പാടുള്ളൂ. അതാണ് നമ്മളുടെ പുതിയൊരു കൺസെപ്റ്റിൽ പറയുന്നത്. ആൻഡ് ഇതിനെ ബേസ് ചെയ്തിട്ട് കുറേ ബിസിനസ് തിയറീസ് വന്നിട്ടുണ്ട്. അപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് കോസ്റ്റിനെ പറ്റിയും റവന്യൂവിനെ പറ്റിയും അതുപോലെ ഡിമാൻഡ്, ആ പ്രൊഡക്റ്റിനുള്ള ഡിമാൻഡിനെ പറ്റിയിട്ടുള്ള ക്ലിയർ നോളജ് ആ ഒരു ഫേമിന് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. സോ ദീസ് അസംഷൻസ് ഡിറ്റർമിൻ ദ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് അറ്റ് എ പോയിൻറ്റ്. പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് വെൻ ദ ടു തിങ്സ് ആർ ഈക്വൽ എന്നാണ് പറയുന്നത്. മാർജിനൽ റവന്യൂ ഈക്വൽ ടു ദ മാർജിനൽ കോസ്റ്റ്. ഒരു പ്രൈസ് ഫിക്സ് ചെയ്യേണ്ട സ്ഥലത്ത് മാർജിനൽ റവന്യൂ ഷുഡ് ബി ഈക്വൽ ടു ദ മാർജിനൽ കോസ്റ്റ്. ഒരു പ്രൊഡക്റ്റിന് ഉണ്ടാകുന്ന കോസ്റ്റ്, ഒരു അഡീഷണൽ കോസ്റ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ അഡീഷണൽ കോസ്റ്റ് ഓർ അഡീഷണൽ റവന്യൂ ഗോട്ട് ബൈ ദ സെയിൽ ഓഫ് എ ഗുഡ്. അതാണ് മാർജിനൽ റവന്യൂ ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് എന്ന സ്ഥലത്താണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, നമുക്ക് ഒരിക്കലും നമ്മുടെ റവന്യൂവോ ഡിമാൻഡോ ഒന്നും അതിനെ പറ്റിയിട്ടുള്ള പെർഫെക്റ്റ് നോളജ് ഒന്നും ഒരു മോഡേൺ ബിസിനസ്സിൽ കിട്ടത്തില്ല. നമ്മളപ്പോൾ പല രീതിയിലുള്ള മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്തിട്ട് അത് നല്ലതാണോ മോശമാണോ എന്നനുസരിച്ച് പ്രൈസ് മാറ്റി മാറ്റി കൊടുക്കാറാണ് സ്ഥിരമായി ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇതൊക്കെയാണ് പ്രൈസിങ് എന്താണ്, അല്ലെങ്കിൽ പ്രൈസിങ് പോളിസീസൊക്കെ എന്തിനാണ് നമ്മൾ ഒരു ബിസിനസ്സിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി വാട്ട് ഈസ് ഒബ്ജക്റ്റീവ് ഓഫ് പ്രൈസിങ്? ഒരു പ്രൈസിങ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒബ്ജക്റ്റീവ് എന്താ? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കൺസെപ്റ്റ് വെച്ചാണെങ്കിൽ സെയിൽസ് മാക്സിമൈസേഷൻ. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. എന്നാൽ ദ മേജർ ഒബ്ജക്റ്റീവ്സ് നമുക്ക് അതിൽ നിന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് എൻഷുറിങ് എ ടാർഗറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ഒരു 15% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 15 അതിന് കൂടുതലോ ശതമാനം നമുക്ക് തിരിച്ച് കിട്ടണം ഇൻവെസ്റ്റ്മെൻറ്റിന് മേലെ, അല്ലേ? അതിനെയാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഒരു ടാർഗറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഉറപ്പാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈസിങ് ഫിക്സ് ചെയ്യുന്നത്. സോ നമുക്കൊരു പ്രീ ഡിറ്റർമിൻഡ് ഒരു റേറ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 105 രൂപയെങ്കിലും പ്രോഫിറ്റ് കിട്ടണമെന്നുള്ളത്. അപ്പോൾ 5% ആണ് എൻ്റെ ഇവിടെയുള്ള റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ഒരു റേറ്റ് എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻലി പ്രൈസിങ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് കോൾഡ് പ്രൈസിങ് ഓഫ് പ്രോഫിറ്റ്. അപ്പം ROIയുടെ റിട്ടേൺ എൻഷുർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രൈസിങ്ങിനെ നമുക്ക് പ്രൈസിങ് ഓൺ പ്രോഫിറ്റ് എന്ന് പറയാം. പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രൈസിങ്ങാണ് ഞാനവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു കേസ് ഫോർ ദി പ്രൈസിങ് പോളിസി ഓർ വാട്ട് ആർ വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്രൈസിങ് പോളിസി. സെക്കൻഡ് വൺ ഈസ് ദ മാർക്കറ്റ് ഷെയർ. പിന്നെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ചിലപ്പോൾ പ്രോഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കില്ല, മാർക്കറ്റിലൊരു പൊസിഷൻ കിട്ടാനായിരിക്കാം. ചിലപ്പം ചില കമ്പനികൾ വളരെ കോസ്റ്റ് കുറച്ചിട്ട് മാർക്കറ്റിലേക്ക് ഒരു പ്രൊഡക്റ്റിനെ ഇറക്കും. അവരുടെ ഉദ്ദേശം എന്താ? മാർക്കറ്റിലെ കുറേ ആൾക്കാർ ഞങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി അറിയണം, ഞങ്ങളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. അങ്ങനെ യൂസ് ചെയ്ത് പതുക്കെ എനിക്ക് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിലേക്ക് വരണം. എന്നിട്ട് എനിക്ക് എക്കോണമീസ് ഓഫ് സ്കെയിൽ, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് കൂട്ടുന്നതിനനുസരിച്ച് കുറവ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് എത്തണം. അതായിരിക്കാം ചിലപ്പോൾ എൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. ഇപ്പോൾ പ്രൈസിങ്ങിന് ഒന്നെങ്കിൽ ടു എൻഷുർ എ ടാർഗറ്റ് ഓൺ ദി ROI, പ്രോഫിറ്റിന് വേണ്ടിയിട്ടാകാം, അതല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ കൂട്ടാൻ വേണ്ടിയിട്ടാവാം.
ദെൻ തേർഡ് കൺസെപ്റ്റ് ഇസ് പ്രിവെൻറ്റിംഗ് ദ കോമ്പറ്റീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ ഒരു ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലാണെങ്കിൽ ഞാൻ എങ്ങനെ പ്രൈസിങ് വെക്കണം, വ്യത്യാസമാണ് അല്ലേ. കോമ്പറ്റീഷൻ കുറയ്ക്കുന്ന രീതി. അപ്പോൾ ഞാൻ ചിലപ്പോൾ പ്രൈസ് വെക്കുന്നത് വളരെ ലോ പ്രൈസിൽ വെക്കും. ഇപ്പോൾ കോമ്പറ്റീറ്റീവ് ഫേംസ് എല്ലാം 100 രൂപ വെച്ച് 100-120 രൂപ വെച്ചാണ് ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നത്. ഞാനപ്പോൾ അവിടെ 50 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ എന്ത് പറ്റും, എല്ലാ കസ്റ്റമേഴ്സ് കോമ്പറ്റീറ്റേഴ്സിനെ വിട്ട് എന്നിലേക്ക് വരും. അപ്പോൾ അതിന് വേണ്ടി അതുപോലെ കോമ്പറ്റീറ്റേഴ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രൈസ് വളരെ വേരിയബിൾ കോസ്റ്റിനേക്കാളും നമുക്ക് കുറച്ച് വയ്ക്കാൻ പറ്റും. ദാറ്റ് ഈസ് പ്രിവെൻറ്റിംഗ് കോമ്പറ്റീഷൻ. അത് ഒരു ഒബ്ജക്റ്റീവ് ഓഫ് പ്രൈസിങ്. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റെബിലിറ്റി. പ്രൈസ് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കണം. പ്രൈസ് ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു കേസാണെങ്കിൽ കസ്റ്റമേഴ്സിനൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഏത് സമയത്ത് പ്രൊഡക്റ്റ് വാങ്ങണം. ഇപ്പം ഇന്ന് ഞാൻ 100 രൂപ വെച്ചു, നാളെ 120, മറ്റന്നാൾ 90, പിന്നെ 80, ഇങ്ങനെയാണ് പ്രൈസ് പോകുന്നതെന്ന് വെച്ചോ. സോ ദ കസ്റ്റമർ വിൽ ബി കൺഫ്യൂസ് അറ്റ് വിച്ച് ഡേ ദ പ്രൈസ് വിൽ ഗോ അപ്പ് ഓ വിൽ ഗോ ഡൗൺ. അതിനെപ്പറ്റി ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ഐഡിയ നമ്മുടെ കസ്റ്റമേഴ്സിന് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ ഒരു കോൺഫിഡൻസ് നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേബിൾ പ്രൈസിങ് പോളിസി ആയിരിക്കണം അഡോപ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ടാർഗറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടും ആകാം. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന ഒബ്ജക്റ്റീവും വേണമെങ്കിൽ പ്രൈസിങ്ങിന് ഉദ്ദേശിക്കാം. പിന്നെ പ്രൈസിങ് ബേസ്ഡ് ഓൺ കസ്റ്റമേഴ്സ് അബിലിറ്റി. ഒരു കസ്റ്റമറിന് എത്രത്തോളം അടയ്ക്കാൻ പറ്റുമോ അതിനനുസരിച്ച് നമ്മൾ പ്രൈസ് വെച്ചിട്ട് കാര്യമുള്ളൂ അല്ലേ. കസ്റ്റമറിന് അടയ്ക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ പ്രൈസിങ് പോളിസിയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും ആ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ എബിലിറ്റിയും കൂടെ നോക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇത് മെയിൻലി കാണുന്ന ഈ കസ്റ്റമേഴ്സ് എബിലിറ്റി എന്ന് പറയുമ്പോൾ ലോയേഴ്സും ഡോക്ടേഴ്സും ഒക്കെ അവരെല്ലാം അവർ മിക്കവാറും പ്രൈസ് അങ്ങനെ ചോദിച്ച് വാങ്ങത്തില്ല. ഇനി ചില ഡോക്ടേഴ്സും ലോയേഴ്സും ഒക്കെ ചോദിച്ച് വാങ്ങുകയാണെങ്കിൽ അവരെന്താ കസ്റ്റമറിനനുസരിച്ചാണ് അവർ പ്രൈസ് വയ്ക്കുന്നത് അല്ലേ. ഡോക്ടേഴ്സ് ആണെങ്കിൽ അവർ വലിയ ബുദ്ധിമുട്ടുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ ദേ വിൽ ചാർജ് ഓൺലി ലോ. അതുപോലെ ലോയേഴ്സും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം കസ്റ്റമേഴ്സിൻ്റെ അബിലിറ്റിക്ക് അനുസരിച്ച് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഫോർ ദ റിസോഴ്സ് മൊബിലൈസേഷൻ, ദിസ് ഇസ് അനദർ ഒബ്ജക്റ്റീവ്. അപ്പം എഫിഷ്യൻറ്റ് റിസോഴ്സസ് യൂസ് ചെയ്ത് മാക്സിമം എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് അതും ആകാം ഒരു objective of pricing. So these are the major policies the major objectives of pricing to ensure a target return on investment, for the market share, for preventing competition, to attain a price stability, to bring profit to the organization, then to fix the price based on the customer's ability, and for the resource mobilization. So these are the objectives of pricing. പ്രൈസിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇനി നമ്മളൊരു ഈ പല പല ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു, പക്ഷേ ഓരോ കമ്പനികൾ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചായിരിക്കാം അല്ലെങ്കിൽ പോളിസി ഇതിൽ ഏത് കൺസെപ്റ്റിലാണ് അവർ പോളിസി ഫിക്സ് ചെയ്യേണ്ടത് അതിനൊരു ബേസിസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രൈസിങ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ജനറൽ കൺസിഡറേഷൻസ് നമ്മൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യാമെന്നാണ് പറയുക. അതിൽ ഫസ്റ്റാണ് ഒബ്ജക്റ്റീവ് ഓഫ് ദ ബിസിനസ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞല്ലേ. ഒന്ന് പറഞ്ഞു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആവാം, ചിലപ്പോൾ പ്രോഫിറ്റ് ആവാം, പ്രൈസ് സ്റ്റെബിലിറ്റി ആവാം, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാർക്കറ്റിലൊരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്തൊക്കെ ആവാം. അപ്പോൾ ഏതാണോ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അതിനനുസരിച്ചായിരിക്കും നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യണേ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പ്രൈസ് ഫിക്സ് ചെയ്യണം, അല്ലെ കൂട്ടി ഫിക്സ് ചെയ്യണം. മാർക്കറ്റ് ഷെയർ ആണെങ്കിലോ നമ്മൾ കുറച്ച് വേണം ഒരു പുതിയ പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വയ്ക്കേണ്ടത്. അപ്പം ബേസ്ഡ് ഓൺ ദ ഒബ്ജക്റ്റീവ് വി വോണ്ട് ടു സെറ്റ് ദ പ്രൈസ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് കൺസിഡറേഷൻ. സെക്കൻഡ്, ബേസ്ഡ് ഓൺ ദ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ്. നമ്മൾ എത്രത്തോളം ചിലവ് ആ പ്രൊഡക്റ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു 200 രൂപ വെച്ചാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരുന്നത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 200 രൂപയാണെങ്കിൽ ഞാൻ എപ്പോഴും എങ്ങനെയായിരിക്കും പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്, ഒരു മാർജിൻ ഒരു 5 രൂപയെങ്കിലും കിട്ടുന്ന രീതിയിൽ എന്ന് വെച്ചാൽ 205 രൂപയ്ക്കെങ്കിലും ആയിരിക്കും ഞാൻ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് അതിന് ഒരു രീതിയിലുള്ള ഡിമാൻഡും ഇല്ല, ഒട്ടും ഡിമാൻഡില്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ അവിടെ വലിയ പ്രൈസ് മാർജിൻ ഒരു 100 രൂപ പ്രൈസ് മാർജിൻ വെക്കാൻ പറ്റുമോ? 200 രൂപയുള്ള ഒരു പ്രൊഡക്റ്റിന് 300 രൂപ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 400 രൂപ ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റും. 100% ആണ് ഞാൻ പ്രോഫിറ്റ് ഉദ്ദേശിക്കണമെങ്കിൽ അത് നടക്കുന്നതല്ല. അപ്പോൾ ഡിമാൻഡ് കൂടുതലാണെങ്കിലോ ഐ ക്യാൻ ഫിക്സ് 100% 200% ആണെങ്കിൽ എക്സ്ട്രാ വയ്ക്കാം ഡിമാൻഡിനനുസരിച്ച്. അപ്പോൾ ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റും ഒരു കൺസിഡറേഷനാണ് വൈൽ ഫോർമുലേറ്റിംഗ് എ പ്രൈസിങ് പോളിസി. ദെൻ കോമ്പറ്റീഷൻ ഒട്ടും ഇല്ലാത്തൊരു പ്രൊഡക്റ്റിന് നമുക്ക് അത്രയും പ്രൈസ് വെക്കാൻ പറ്റത്തില്ല. എന്നാൽ ഹൈലി കോമ്പറ്റീറ്റീവ് ആണെങ്കിൽ വി ക്യാൻ പുട്ട് ദ പ്രൈസ്. ദെൻ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ എത്ര ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് യൂസ് ചെയ്യേണ്ടത്? ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരാളിൽ നിന്ന് ആ പോയിൻ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് പോയിൻ്റ് ഓഫ് കൺസെപ്ഷൻ വരെ പോകുന്നതിൻ്റെ ഇടയിൽ
ആ ഒരു പാത്തില്ലേ, പല ആൾക്കാരിലൂടെ പാസ് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ പ്രൈസ് വരും. അപ്പോൾ നമുക്ക് വളരെയധികം ആൾക്കാർ ഇടയ്ക്ക് ഇൻവോൾവ് ആകുന്നു വെച്ചാൽ മിഡിൽമെൻ കുറേ ഇൻവോൾവ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൈസ് ഓട്ടോമാറ്റിക്കലി കൂടുതലായിരിക്കും. പക്ഷേ പെട്ടെന്നുള്ളതാണെങ്കിലോ അല്ലെങ്കിൽ മിഡിൽമെൻസ് ഒന്നും ഇല്ലെങ്കിൽ പ്രൈസ് കുറവായിരിക്കും. ദെൻ ദ ഗവൺമെൻറ് ലെജിസ്ലേഷൻസ്. ഗവൺമെൻറ്റിൻ്റെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ MRP എന്ന് കേൾക്കാറുണ്ടായിരുന്നു, മാക്സിമം റീറ്റെയിൽ പ്രൈസ്. അപ്പോൾ ഗവൺമെൻറ് റെഗുലേഷനാണ് MRPനേക്കാളും കൂടുതൽ ഒരിക്കലും ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പം MRP അതുപോലെ ചില പ്രൊഡക്ട്സിനൊക്കെ ഗവൺമെൻറ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു മെഡിസിനൊക്കെ ആണെങ്കിൽ ഇത്ര മരുന്ന് ഇത്രേ പൈസ ആവുള്ളൂ, സാനിറ്ററി നാപ്കിൻസ് ആണെങ്കിൽ അതിന് ഇത്രേ റേറ്റ് ആവുള്ളൂ. അതിനേക്കാളും കൂടുതൽ റേറ്റ്സ് ആണെങ്കിൽ ദ ഗവൺമെൻറ് വിൽ ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് us. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഗവൺമെൻറ് ലെജിസ്ലേഷൻസും നമ്മൾ കൺസിഡർ ചെയ്യണമാണ് വൈൽ ഫോർമുലേറ്റിംഗ് എ പ്രൈസിങ് പോളിസി. ആൻഡ് ഓൾസോ ദ ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിൾ നമ്മൾ പഠിച്ചു അല്ലേ, ഒരു അൺഫേവറബിൾ സ്റ്റേറ്റ് ഉണ്ടാവും, ഡിപ്രഷൻ റിസഷൻ ഉണ്ടാവും, പിന്നെ ഒരു ബൂം സ്റ്റേജ് ഉണ്ടാവും, റിക്കവറി സ്റ്റേജ് ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യണമെന്ന്. ഇപ്പോൾ ഒരു ഡിമാൻഡ് കണ്ടീഷൻ കുറവായിരിക്കും ഒരു റിസഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ ടൈമിലൊക്കെ. അപ്പോൾ നമ്മൾ പ്രൈസ് വളരെ കൂടുതൽ വെച്ചിട്ട് കാര്യമില്ല, ഡിമാൻഡ് ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മൾ പ്രൈസും കുറച്ച് വയ്ക്കും അല്ലേ, ഒരു സെയിൽസ് ലെവൽ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ കുറച്ചെങ്കിലും സെയിൽ പോകാൻ വേണ്ടി. എന്നൊരു റിക്കവറി അല്ലെങ്കിൽ ബൂം സ്റ്റേജ് ആണെങ്കിൽ നമ്മുടെ ഡിമാൻഡ് കൂടുതലാണ്, അപ്പോൾ നമുക്ക് പ്രൈസും കൂട്ടി വയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇത്രയും കൺസിഡറേഷൻ നോക്കിയിട്ടാണ് നമ്മൾ പ്രൈസ് പോളിസി ഫോർമുലേറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, വാട്ട് ഇസ് ദ കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ്, ദ ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ്, കോമ്പറ്റീഷൻ ഫോർ ദ പ്രൊഡക്റ്റ്, ദ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ദ ഗവൺമെൻറ് ലെജിസ്ലേഷൻസ് ആൻഡ് ഓൾസോ ദ ബിസിനസ് സൈക്കിൾ, ദ സ്റ്റേജസ്. ബിസിനസ് സൈക്കിളിൽ ഓരോ സ്റ്റേജസിനനുസരിച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് പ്രൈസിങ് പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പ്രൈസിങ് പോളിസീസ് എന്താണ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ബിസിനസ് ഓൺ ഫോർമുലേറ്റിംഗ് എ പ്രൈസിങ് പോളിസി പറഞ്ഞു. ആൻഡ് വാട്ട് ആർ ദ കൺസിഡറേഷൻ ദാറ്റ് വുഡ് ബി ടേക്കൺ ടു ഫോർമുലേറ്റ് എ ബിസിനസ് പോളിസി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനിയുള്ള നമ്മുടെ പ്രൈസിങ് പോളിസി, ഇപ്പോൾ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത പ്രൈസിങ് പോളിസി പല ടൈപ്പുകളുണ്ട്, അതാണ് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ആണ് ദ കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി. കോസ്റ്റ് ഓറിയൻറ്റഡ്, ദെൻ ഡിമാൻഡ് ഓറിയൻറ്റഡ് ആൻഡ് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ്. 3 രീതിയിലുള്ള പ്രൈസിങ് പോളിസീസാണ് കോസ്റ്റ് ഓറിയൻറ്റഡ്. ഫ്രം ദ ടേം ഇറ്റ്സെൽഫ് വി ക്യാൻ നോ ദാറ്റ് ബേസ്ഡ് ഓൺ ദി കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ്. നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒരു കൺസിഡറേഷനാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രൈസിങ് പോളിസി ഫിക്സ് ചെയ്യുക. അപ്പം അതായിരിക്കും നമ്മുടെ ബേസ് ആയിട്ട് തന്നെ. അപ്പം എപ്പോഴും എന്താ, കോസ്റ്റിനേക്കാളും ഒരു റീസണബിൾ പ്രോഫിറ്റ് മാർജിൻ കിട്ടുന്ന രീതി നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ തന്നെ നമ്മൾ 3 രീതി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇവിടെ. ദാറ്റ് ഈസ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിങ് ആൻഡ് ബ്രേക്ക് ഈവൻ പ്രൈസിങ്. ഇതിൽ റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിങ്ങിനെ നമുക്ക് ടാർജറ്റ് പ്രൈസിങ് എന്നും പറയും. ഓക്കെ, കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിങ് ആൻഡ് ബ്രേക്ക് ഈവൻ പ്രൈസിങ്. കോസ്റ്റ് ഓറിയൻറ്റഡിനെ തന്നെ. അപ്പോൾ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇതിൽ ദ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് ഈസ് ഫിക്സഡ് ബൈ ആഡിങ് എ സർട്ടൻ പെർസെൻറ്റേജ് ടു ദ ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേരിയബിൾ കോസ്റ്റും ഉണ്ട്, ഫിക്സഡ് കോസ്റ്റും ഉണ്ട്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലാൻഡ് മെഷീനറിയുടെയൊക്കെ ആയിട്ടുള്ള ഇനീഷ്യൽ കോസ്റ്റ്. അതല്ലാതെ ലേബറിൻ്റെയും ക്യാപിറ്റലിൻ്റെയൊക്കെ ഇൻവോൾവ് ആവുന്ന ഓവർ ഹെഡ് ചാർജസ് ഒക്കെ കൂടെ വരുന്നതാണ് നമ്മുടെ ആവറേജ് കോസ്റ്റ് ആയിട്ട് വേരിയബിൾ കോസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ വേരിയബിൾ കോസ്റ്റിനേക്കാളും ഒരു ഇത്ര % കൂട്ടിയിടുക, ആ ഒരു ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാളും ഇത്ര % കൂട്ടി എന്ന് ഫിക്സ് ചെയ്യുന്ന പ്രൈസിനെ നമ്മൾ കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് പ്ലസ് the profit we want to get, അല്ലെങ്കിൽ the margin we want to get. For example, if the average cost of a product is 50 ആണ് ആവറേജ് കോസ്റ്റ്, മാർക്കപ്പ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന 60% ആണ്. അപ്പോൾ ഞാൻ 50യുടെ 60% എന്ന് വെച്ചാൽ എത്രയാണ്, 60% ഓഫ് 50 മീൻസ് 30 rupees. അപ്പോൾ ഞാൻ 50യുടെ കൂടെ 30 കൂടെ വെച്ച് 80 ആയിരിക്കും ഞാൻ ഫിക്സ് ചെയ്യുന്ന പ്രൈസ്. ഓക്കെ, അപ്പോൾ ഈ 30ക്കുള്ളിൽ ഞാൻ എന്തൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്, എൻ്റെ ഫിക്സ് കോസ്റ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളും കവർ ചെയ്യുക, അതുപോലെ എൻ്റെ മാർജിനും കവർ ചെയ്യുക, എനിക്ക് കുറച്ച് പ്രോഫിറ്റും കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള പ്രൈസിങ്ങിനെയാണ് നമ്മൾ കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്ന് പറയുക, ഓർ അതർവൈസ് ഇറ്റ് ഇസ് നോൺ ആസ് മാർക്കപ്പ് പ്രൈസിങ് അല്ലെങ്കിൽ മാർക്കപ്പ് പ്രൈസിംഗ് എന്നും പറയാം. അപ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് പ്രൈസിങ് മെത്തേഡാണ്, കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. കോസ്റ്റ് ഓറിയൻറ്റഡ് തന്നെ കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, ഇൻ വിച്ച് ഐ വിൽ ഫിക്സ് എ പെർസെൻറ്റേജ്, ലിറ്റിൽ പെർസെൻറ്റേജ് എബോവ് ദ വേരിയബിൾ കോസ്റ്റ്. എക്സാമ്പിൾ എഴുതാം നിങ്ങൾക്ക്. If to make it clear, you can write the example also. പിന്നെയുള്ള സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രൈസിംഗ് ആണ്, അല്ലെങ്കിൽ കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിംഗ് ആണ് റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിംഗ് ഓർ ടാർജറ്റ് പ്രൈസിംഗ്. സോ ദിസ് ഇസ് എ മോഡിഫൈഡ് ഫോം, കുറച്ചുകൂടെ മോഡിഫൈഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ ടാർജറ്റ് റിട്ടേൺ നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ വേരിയബിൾ കോസ്റ്റ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല, നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്തതിന് ഇത്ര % ഇൻക്രീസ് വേണം എന്ന രീതി നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു ഫിക്സ്ഡ് കോസ്റ്റിനെയാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഉണ്ട് പ്ലസ് ദ ടാർജറ്റ് ഒരു ഫിക്സ് ചെയ്തത്, അതിനെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയും.
അപ്പം ദ പ്രൈസ് ഫിക്സ്ഡ് വിൽ ബി സഫിഷ്യൻറ്റ് ടു കവർ ബോത്ത് ദ ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഒരു ഫിക്സഡ് എത്രയാണോ അതുപോലെ വേരിയബിൾ എത്രയാണോ അതിന് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും അതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ കമ്പനി പ്രൊഡ്യൂസസ് 2000 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് 2000 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു ആൻഡ് ദ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇസ് 12,000 ആൻഡ് ദ ഫിക്സഡ് കോസ്റ്റ് ഇസ് 8,000. വേരിയബിൾ കോസ്റ്റ് 12,000 ഫിക്സഡ് കോസ്റ്റ് 8,000. അപ്പോൾ ടോട്ടലി നമുക്ക് എത്രയായി 20,000 ആണ്. ദ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്യുന്നു 15%. നമ്മൾ ROI നേരത്തെ ഫിക്സ് ചെയ്യുന്നു 15% ആണ്. ദ കമ്പനി ഹാസ് ടു പേ എ ടാക്സ് ഓഫ് 40% ഓൺ പ്രോഫിറ്റ്. 40%ഓളം പ്രോഫിറ്റിന് കൊടുക്കുക വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രയായിരിക്കും പ്രൈസ് ഫിക്സ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കുക. പെർ യൂണിറ്റ് ആ പ്രൈസ് ഫിക്സ് ചെയ്യാണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയാണ് 12,000 പ്ലസ് 8,000 ദാറ്റ് ഇസ് 20,000 ഉണ്ട്. ദെൻ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആഫ്റ്റർ ദ ടാക്സ് 15% ഓൺ 20,000 അത് 3,000 ആയിട്ട് വരും. ഈ ഒരു എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. ആ ടെക്സ്റ്റും കൂടെ റെഫർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സുഖമായിരിക്കും. അപ്പോൾ 20,000 12,000 പ്ലസ് 8,000 ആയ 20,000ൻ്റെ മേലെ 15% ആണ് നിങ്ങളുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ. ദാറ്റ് ഈസ് 3,000 ആണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടാക്സ് പേ ചെയ്യുന്നുണ്ട്. എത്ര 40% ടാക്സ് പേ ചെയ്യുന്നുണ്ട് ഓൺ ദ ടോട്ടൽ പ്രോഫിറ്റ്. അപ്പോൾ 3,000 ആണ് നമ്മുടെ പ്രോഫിറ്റ് എങ്കിൽ അതിൻ്റെ 40%. അപ്പോൾ 3,000 × 40/60 ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 2,000 വന്നു. 2,000 ആണ് നമ്മളുടെ എന്ത് ടാക്സ്. ആൻഡ് അപ്പോൾ ടോട്ടൽ എത്രയാണ് വന്നത് 20,000 പ്ലസ് 3,000 പ്ലസ് 2,000 ദാറ്റ് ഇസ് 25,000 വരും. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് നമുക്ക് 25,000 ബൈ എത്ര യൂണിറ്റ് ഉണ്ടാകുന്നുണ്ട് 20,000 യൂണിറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ 12.5 റുപ്പീസാണ് നമ്മൾ യൂണിറ്റിൽ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ടാർഗറ്റ് പ്രൈസിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ദ തേർഡ് ടൈപ്പ് ഓഫ് പ്രൈസിംഗ് ഈസ് എ ബ്രേക്ക് ഈവൻ പ്രൈസിംഗ്. ബ്രേക്ക് ഈവൻ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് എ പോയിന്റ് വേർ ദ ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. നിങ്ങൾ ബ്രേക്ക് ഈവൻ ഞാൻ എഴുതാൻ പറഞ്ഞായിരുന്നു അല്ലേ. ബ്രേക്ക് ഈവനിൽ നമ്മൾ ടോട്ടൽ റവന്യൂ എപ്പോൾ ടോട്ടൽ കോസ്റ്റിന് ഈക്വൽ ആവുന്നു അത് നമ്മൾ സെല്ലിംഗ് പ്രൈസായിട്ട് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ ഒരു പ്രോഫിറ്റും കിട്ടുന്നില്ല, ഒരു ലോസും ഉണ്ടാവുന്നില്ല എന്ന രീതിയിൽ പോകുന്നത്. അങ്ങനെ നമുക്ക് പ്രൈസിങ് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൈസിംഗ് ആണ് 3 രീതിയിൽ പറഞ്ഞത്. കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിങ് ആൻഡ് ബ്രേക്ക് ഈവൻ പ്രൈസിങ്. ദിസ് ഇസ് എ ഫസ്റ്റ് പോളിസി. സെക്കൻഡ് വൺ ഇസ് ഡിമാൻഡ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി. ഡിമാൻഡ് ഓറിയൻറ്റഡ്. അപ്പം നമ്മുടെ പ്രൊഡക്റ്റിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടോ അതിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുക. അവിടെ കോസ്റ്റ് ഒരു സെക്കൻഡറി ഫാക്ടർ മാത്രമാണ്. അപ്പോൾ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഹൈ പ്രൈസ് വയ്ക്കും, ഡിമാൻഡ് കുറവാണെങ്കിലോ ലോ പ്രൈസ് വയ്ക്കും എന്ന കേസിൽ. അങ്ങനെയാണ് നമ്മൾ ഡിമാൻഡ് ഓറിയൻറ്റഡ് പ്രൈസിംഗ് എന്ന് പറയുക. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് കസ്റ്റമർ ഓറിയൻറ്റഡ്. കസ്റ്റമറിൻ്റെ ആണല്ലേ, കസ്റ്റമർ പറയുന്നതിനനുസരിച്ചാണ് ഡിമാൻഡ് വരിക. അപ്പോൾ കസ്റ്റമർ ഓറിയൻറ്റഡ് അപ്രോച്ച് ടു പ്രൈസിംഗ് എന്നും ഇതിനെ പറയാൻ പറ്റും. ബിക്കോസ് ദ ഡിമാൻഡ് ഈസ് ഓൾവേസ് ഡിപ്പെൻഡ് ഓൺ ദ പെർസീവ്ഡ് വാല്യൂ ഓഫ് ദി പ്രൊഡക്റ്റ് ബൈ ദ കസ്റ്റമർ. സോ ദിസ് ഈസ് ഓൾവേസ് ബേസ്ഡ് ഓൺ ദി പ്രൊഡക്റ്റ് ക്വാളിറ്റി. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എത്രയാണ്, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, കൺവീനിയൻസ്, ടൈംലി ഡെലിവറി കിട്ടുന്നുണ്ടോ, ബിഫോർ ആൻഡ് ആഫ്റ്റർ സെയിൽസ് സർവീസ് എന്താ, ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡിനനുസരിച്ചായിരിക്കും നമ്മൾ പ്രൈസും ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തിനനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം വരും അല്ലേ. ഒരു അർബൺ ഏരിയയിൽ ഒരു പ്രൊഡക്റ്റിനുള്ള ഡിമാൻഡും റൂറൽ ഏരിയയിലുള്ള പ്രൊഡക്റ്റിനുള്ള ഡിമാൻഡും വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് ആണെന്ന് വെച്ചോ, അപ്പോൾ ഒരു കുറച്ച് ആഷ് പുഷ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സിനൊക്കെ കൂടുതൽ റേറ്റ് ആയിരിക്കും. ബിക്കോസ് ദ ഡിമാൻഡ് ഇസ് മൂവ്. അപ്പോൾ അവിടെ ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവും. 2 ആൾക്കാർക്ക് ഒരേ പ്രൊഡക്റ്റ് പല പ്രൈസിൽ വിൽക്കാം ബിക്കോസ് ഓഫ് ദ ഡിമാൻഡ് ഓഫ് ദറ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ ആ തേർഡ് ഓഫ് പോളിസി അല്ലെങ്കിൽ ആ ഒരു പ്രൈസിംഗ് പോളിസിയാണ് നമ്മൾ ഡിമാൻഡ് ഓറിയൻറ്റഡ് പ്രൈസിംഗ് പോളിസി എന്ന് പറയുക. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ദ കസ്റ്റമർ ഓറിയൻറ്റഡ് പ്രൈസിംഗ് പോളിസി ഓർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് ഈ പോളിസിക്ക് പറയാൻ പറ്റും. ആൻഡ് ദ തേർഡ് ടൈപ്പ് ഇസ് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിംഗ് പോളിസി. അപ്പോൾ അവിടെ കോസ്റ്റ് നോക്കുന്നില്ല, ഡിമാൻഡ് നോക്കുന്നില്ല. കോമ്പറ്റീഷൻ എങ്ങനെയാണ്, ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ എൻ്റെ കോമ്പറ്റീറ്റർ എങ്ങനെ പ്രൈസിന് ചേഞ്ച് മാറ്റുന്നു അതിനനുസരിച്ച് ഞാനും മാറ്റും. സോ എ ഫേം വിൽ ചേഞ്ച് ഇറ്റ്സ് പ്രൈസ് ഓൺലി ഇഫ് ദ കോമ്പറ്റീറ്റർ ചേഞ്ച് ദ പ്രൈസ്. ദേ വിൽ ഫിക്സ് അറ്റ് എബോവ് ഓർ ബിലോ ഓർ ഓൺ ദ ലൈൻ വിത്ത് ദ പ്രൈസ് ഓഫ് ദ കോമ്പറ്റീറ്റർ. ചിലപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിരിക്കും, എൻ്റെ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് കൂട്ടി വയ്ക്കാം. അല്ലെങ്കിൽ എൻ്റെ ക്വാളിറ്റി അത്ര നല്ല അല്ലെങ്കിൽ ഞാൻ കുറച്ച് വയ്ക്കാം. ചിലപ്പോൾ അവർ ഈക്വലായിട്ടും വയ്ക്കാം ബേസ്ഡ് ഓൺ ദ കോമ്പറ്റീഷൻ. അപ്പം
ഞാൻ എൻ്റെ കോമ്പറ്റീറ്ററിനെ നോക്കി മാത്രം, അല്ലെങ്കിൽ കോമ്പറ്റീറ്റർ പ്രൈസ് മാറ്റുന്നോ ഞാൻ മാറ്റും, അല്ലെങ്കിൽ കോമ്പറ്റീറ്റർ മാറ്റുന്നില്ലെങ്കിൽ ഞാനും മാറ്റത്തില്ല. അവിടെ ഞാൻ ഡിമാൻഡോ എൻ്റെ പ്രൊഡക്റ്റിനുള്ള ഡിമാൻഡോ അതുപോലെ എൻ്റെ പ്രൊഡക്റ്റിനുള്ള കോസ്റ്റോ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഓൺലി ദ കോമ്പറ്റീഷൻ ഇസ് സെയിം. അപ്പോൾ ഇതിന് ഈ ഒരു പോളിസിയെ നമ്മൾ കോമ്പറ്റീറ്റർ ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി എന്ന് പറയും. അപ്പോൾ 3 types ഓഫ് പ്രൈസിങ് പോളിസീസ് are there. കോസ്റ്റ് ഓറിയൻറ്റഡ്, in which cost plus rate of return or the target pricing and the break even pricing. Then the second one demand oriented, and the third one കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി. അപ്പോൾ ഈ ഒരു പോളിസി എന്ന് പറയുന്നത് നമ്മളൊരു എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിൻ്റെ മേലെയായിരിക്കും നമ്മൾ ഈ രീതി നോക്കുന്നത്, അല്ലേ? ഒരു മാർക്കറ്റിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ പുതിയ എങ്ങനെയാണെങ്കിലും. പക്ഷേ പുതിയ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ഒരു മാർക്കറ്റിലേക്ക് ഇറക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ പ്രൈസിങ് രീതികൾക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് മൊത്തത്തിലുള്ളൊരു പ്രൈസിങ് പോളിസീസ് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഒരു പടം നിങ്ങൾക്ക് കാണാവുന്നതിൽ ടൈപ്സ് ഓഫ് പ്രൈസിങ് സ്ട്രാറ്റജീസിൽ പ്രീമിയം പ്രൈസിങ്, എക്കോണമി പ്രൈസിങ്, സൈക്കോളജിക്കൽ പ്രൈസിങ്, പെനട്രേഷൻ പ്രൈസിങ്, പ്രൈസ് സ്കിമ്മിങ്, ബണ്ടിൽ പ്രൈസിങ്, വാല്യൂ പ്രൈസിങ്, പ്രൊമോഷണൽ പ്രൈസിങ് ആൻഡ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്. നിങ്ങളിവിടെ കുറച്ച് പോളിസീസേ പഠിച്ചുള്ളൂ, ഇതല്ലാതെ കുറേ സ്ട്രാറ്റജീസ് ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. പ്രീമിയം, എക്കോണമി, സൈക്കോളജി, പെനട്രേഷൻ, പ്രൈസ് സ്കിമ്മിങ്, ബണ്ടിൽ പ്രൈസിങ്, വാല്യൂ പ്രൈസിങ്, പ്രൊമോഷണൽ പ്രൈസിങ് ആൻഡ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്. അപ്പം ഈ ഒരു കാണുന്ന ടൈപ്സ് ഓഫ് പ്രൈസിങ് സ്ട്രാറ്റജീസ് കാണുന്നില്ലേ, ഇത്രയും പ്രൈസിങ് സ്ട്രാറ്റജീസ് ഉണ്ട്. അതിൽ നമ്മൾ പോളിസീസ് ആയിട്ടുള്ള 3 കോസ്റ്റ് ബേസ്ഡ്, ഡിമാൻഡ് ബേസ്ഡ്, അതുപോലെ കോമ്പറ്റീഷൻ ബേസ്ഡോ പഠിച്ചേ. ഇനി ഇതിനകത്ത് നമുക്ക് പ്രൈസ് സ്കിമ്മിങ്ങും അതുപോലെ പെനട്രേഷൻ പ്രൈസിങ്ങും, ഈ 2 ഒരു പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൈസിങ് മെത്തേഡ്സ്. ദാറ്റ് ഈസ് പെനട്രേഷൻ പ്രൈസിങ്, ഈ ഒരു പ്രൈസിങ് പെനട്രേഷൻ പ്രൈസിങ്ങും അതുപോലെ പ്രൈസ് സ്കീമിങ്ങുമാണ് നമ്മൾ ന്യൂ പ്രൊഡക്ട്സിന്, ഈ 2 നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റിനെ നമ്മൾ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് പ്രൈസിങ്, പെനട്രേഷൻ പ്രൈസിങ് ആൻഡ് പ്രൈസ് സ്കീമിങ്. അപ്പോൾ അതിലെ നമുക്ക് ഫസ്റ്റ് വൺ വി ക്യാൻ ഡീൽ വിത്ത് സ്കീമിങ് പ്രൈസിങ്. സ്കീമിങ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ സീ വേർ ആൻഡ് ഇറ്റ് ഇസ് സക്സസ്ഫുൾ. ബിഫോർ ദാറ്റ് വി ക്യാൻ ഗോ എന്താ സ്കീമിങ് പ്രൈസിങ് എന്ന്. ഇറ്റ് ഈസ് എ പ്രൈസിങ് സ്ട്രാറ്റജി. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞില്ലേ, പല പ്രൈസിങ് സ്ട്രാറ്റജിയിൽ ഒരു പ്രൈസിങ് സ്ട്രാറ്റജിയാണ് പ്രൈസ് സ്കിമ്മിങ്. സോ ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി where high prices are fixed at an initial stages of a product. ഒരു പ്രൊഡക്റ്റിന് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഫേസിൽ, അല്ലേ, ഇവിടെ ഞാൻ പറഞ്ഞു ഒരു പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള പ്രൈസിങ് മെത്തേഡാണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഹൈ പ്രൈസാണ് ഫിക്സ് ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ സ്കിമ്മിങ് പ്രൈസ് എന്ന് പറയുന്നത്. ഹൈ പ്രൈസസ് അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ദ പ്രൊഡക്റ്റ്. അപ്പം നമുക്കൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള പ്രൊമോഷൻ കൊടുക്കണം, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ കോസ്റ്റ് ഈ സ്കീമിങ് പ്രൈസിങ്ങിലൂടെ തന്നെ അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മിക്കവാറും ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഇത് നമ്മൾ ചെയ്യുന്ന ന്യൂ പ്രൊഡക്റ്റ്, എൻറ്റയർലി ന്യൂ പ്രൊഡക്റ്റിലാണ്. വേറെ ഈ മാർക്കറ്റിൽ അതുപോലൊരു പ്രൊഡക്റ്റ് ഇല്ല, വേറെ ആരും കോമ്പറ്റീറ്റേഴ്സ് ഇല്ല, അങ്ങനെയുള്ള പ്രൊഡക്റ്റിലായിരിക്കും നമ്മൾ ഇങ്ങനെയുള്ള സ്കീമിങ് പോളിസി എടുക്കുന്നത്. ദാറ്റ് ഈസ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഉള്ളൊരു പ്രൊഡക്റ്റിൻ്റെ മേലെ. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എത്രത്തോളം പ്രൈസിന് മാറ്റം വരുത്തിയാലും ഡിമാൻഡിന് വ്യത്യാസം വരണില്ല എന്നുള്ള കേസിൽ, അല്ലേ? ഡിമാൻഡ് ഒരു കർവ് ഇങ്ങനെ വന്നപ്പോൾ സ്ട്രെയിറ്റ് ഇങ്ങനെ ഒരു ഡിമാൻഡ് കർവ് വന്ന ഒരു സിറ്റുവേഷനുണ്ട്. പക്ഷേ വാട്ട് എവർ ബി ദ പ്രൈസസ്, ഇവിടെ പ്രൈസും ഇത് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ വാട്ട് എവർ ബി ദ പ്രൈസസ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ഡിമാൻഡ്. അങ്ങനെയുള്ള കേസ്, അതിനാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോളിസിയാണ് ദിസ് സ്കിമ്മിങ് പ്രൈസിങ്. സോ നോ കോമ്പറ്റീഷൻ അറ്റ് ഇനീഷ്യൽ സ്റ്റേജ്. ആ സ്റ്റേജിൽ നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടാവത്തില്ല, അല്ലേ? അതുപോലെ കസ്റ്റമേഴ്സിനെ വേണമെങ്കിൽ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ രീതിയിൽ നമുക്കൊന്ന് കോസ്റ്റ് കുറയ്ക്കുക. അപ്പോൾ കസ്റ്റമർ പെട്ടെന്ന് വാങ്ങും. ഇപ്പോൾ ആപ്പിളിൻ്റെ ഒരു ഫോണിന് ഇപ്പം 1 lakh റുപ്പീസ് കോസ്റ്റ് എന്ന് വിചാരിക്കുക. അപ്പം ഒരു 90,000 ആക്കി കഴിയുമ്പോൾ ഒരു ചെറിയ കുറച്ചെങ്കിലും കസ്റ്റമേഴ്സ് 10,000 രൂപ കുറഞ്ഞല്ലോ എന്ന് വെച്ച് വാങ്ങുന്നവരുണ്ടാവുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയൊരു കോസ്റ്റ് കുറച്ചിട്ട്, പ്രൈസ് കുറച്ചിട്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ എൻകറേജ് ചെയ്യാം വാങ്ങാൻ വേണ്ടി. ഇങ്ങനെയുള്ള കേസിലാണ് സ്കിമ്മിങ് പ്രൈസിങ് എന്ന് പറയുക. അപ്പോൾ ഹൈ പ്രൈസ്, അതുപോലെ നമുക്കൊരു ചിന്താഗതിയുണ്ട്, വലിയ പ്രൈസാണ് അല്ലെങ്കിൽ ഹൈ പ്രൈസ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് ഒരു സുപ്പീരിയർ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രസ്റ്റീജ് കാണിക്കുന്ന പ്രൊഡക്റ്റാണ്. അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. ആ ഒരു ചിന്താഗതി ഉണ്ടാവുന്ന പ്രൊഡക്റ്റിൻ്റെ മേലെയാണ് നമ്മളിങ്ങനെയുള്ള സ്കിമ്മിങ് പ്രൈസിങ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഹെൽപ്സ് ടു സ്കിം ദ ക്രീം ഔട്ട് ഓഫ് ദ മാർക്കറ്റ് ബിഫോർ ദ റൈവൽസ് എൻട്രി. ഈ റൈവലായിട്ടുള്ള കമ്പനീസില്ലേ, കോമ്പറ്റീറ്റർ കമ്പനീസ് കയറുന്നതിന് മുമ്പ് ആ മാർക്കറ്റിലുള്ള ഏറ്റവും ക്രീമി ലെയർ എന്ന് വെച്ചാൽ കുറച്ച് ഹൈ ഇൻകം ഹൈ സ്റ്റാറ്റസ് ലെവലുള്ള ആൾക്കാരെ ക്രീം ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാം. പക്ഷേ ആ ഏറ്റവും ഫ്രഷ് അല്ലെങ്കിൽ ക്രീം എന്ന് പറയുമ്പോൾ ഏറ്റവും
ക്രീം എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രസ്റ്റീജ് ആയിട്ടുള്ള സാധനം. അപ്പോൾ അതിനെ മാത്രം എടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമേഴ്സിനെ നമ്മുടെ കൺട്രോളിൽ എത്തിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു മെത്തേഡ് ഓഫ് പ്രൈസിങ് യൂസ് ചെയ്യാം. ആൻഡ് ഹിയർ വി ആർ ഷോൺ ദ സിറ്റുവേഷൻ വെൻ പ്രൈസ് skimming ഈസ് സക്സസ്ഫുൾ ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രൊഡക്ട്സിൽ, അതുപോലെ യുണീക്ക് അഡ്വാൻറ്റേജസ് ഓഫ് സുപ്പീരിയർ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉള്ള സ്ഥലത്ത്, ദ ലീഗൽ പ്രൊട്ടക്ഷൻ ആ പ്രൊഡക്റ്റിൻ്റെ മേലെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ ഒരു സ്കിമ്മിങ് പോളിസീസ് അഡോപ്റ്റ് ചെയ്യാം. ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂ ഉണ്ട്. ഇപ്പോൾ ആപ്പിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂ ആൻഡ്രോയിഡിനേക്കാളും വളരെ വ്യത്യാസമാണ്. അതുപോലെ വേറെ ആരും ആയിട്ടുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ബ്രേക്ക് ത്രൂ ഉള്ള പ്രൊഡക്റ്റിന് അതുപോലെ ബ്ലോക്ക്ഡ് എൻട്രി ടു കോമ്പറ്റീറ്റേഴ്സ് അതിനനുസരിച്ച് വരത്തില്ല എന്നൊക്കെ വിശ്വാസമുള്ളിടത്താണ് നമ്മൾ പ്രൈസ് സ്കിമ്മിങ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നത് ഫോർ ദ ന്യൂ പ്രൊഡക്റ്റ്. സെക്കൻഡ് ഇസ് പെനട്രേഷൻ പ്രൈസിങ്. അപ്പോൾ പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് സ്കിമ്മിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഹൈ പ്രൈസ് അറ്റ് ഇനീഷ്യൽ സ്റ്റേജ്. അപ്പോൾ ഓപ്പോസിറ്റ് സ്കിമ്മിംഗ് ആണ് പെനട്രേഷൻ. സോ ലോ പ്രൈസ് അറ്റ് ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ് കോൾഡ് പെനട്രേഷൻ പ്രൈസിങ്. ലോ പ്രൈസ് ഇസ് ഫിക്സ്ഡ് അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ദ പ്രൊഡക്റ്റ്. സോ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ എങ്ങനെയായിരിക്കും, അവർക്ക് വേറെയും സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഞാനല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വേറൊരു കമ്പനിയുടെ വേറൊരു പ്രൊഡക്റ്റ്, അങ്ങനെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകൾക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പെനട്രേഷൻ പ്രൈസിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ ഈ റിലയൻസ് ജിയോയുടെയൊക്കെ ഒരു കൺസെപ്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ, ജിയോ ആദ്യമായിട്ട് വന്നപ്പോൾ എങ്ങനെയാണ്, നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമ്മൾക്ക് സിം പ്രൊവൈഡ് ചെയ്തത്. പിന്നെ നമ്മളെല്ലാവരും ആ സിം വാങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ പതുക്കെ പ്രൈസ് കൂട്ടി അല്ലേ. അപ്പോൾ ഇനീഷ്യലി ദേ നോ ദാറ്റ് ദേ ഹാവ് അതർ കോമ്പറ്റീറ്റേഴ്സ്. ബാക്കി എല്ലാ കമ്പനികളും നിലനിന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിലേക്ക് അവർ കയറാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും കസ്റ്റമേഴ്സിനെ ബേസ് എടുക്കാൻ നമുക്ക് പറ്റത്തില്ല, ഹൈ പ്രൈസ് ഫിക്സ് ചെയ്താൽ. അതിനു വേണ്ടി ചെയ്തൊരു മെത്തേഡാണ് ദിസ് പെനട്രേഷൻ പ്രൈസിങ്. സോ ദ വൺ വിച്ച് ഹാവ് ദ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള മൊബൈൽ നെറ്റ്വർക്കിംഗ് കമ്പനീസ് കുറേ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉള്ള പ്രൊഡക്റ്റുകളെല്ലാമാണ് ഇങ്ങനെയുള്ള പെനട്രേഷൻ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നത്. അതേപോലെ ടു ഗെയിൻ എൻ എൻട്രി ഇൻ മാർക്കറ്റ്, മാർക്കറ്റിലേക്ക് കയറി പറ്റാൻ വേണ്ടിയിട്ടും വി ക്യാൻ യൂസ് ദിസ് പെനട്രേഷൻ പ്രൈസിങ്. ദ ലാർജ് വോളിയൂം ഓഫ് സെയിൽ ആൻഡ് അഡ്വാൻറ്റേജ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ, കുറേ ആൾക്കാർ ആ ഒരു കമ്പനീനെ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. പ്രൊഡക്ഷൻ കൂട്ടുമ്പോൾ നമുക്ക് എക്കണോമീസ് ഓഫ് സ്കെയിലിൽ പഠിച്ചത് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ലീഡ്സ് ടു ആ ആവറേജ് ലോങ് റൺ ഫോൾ എന്നാണ് പറഞ്ഞത്. കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, ആവറേജ് കോസ്റ്റ് ലോങ് റണ്ണിൽ കുറയ്ക്കാനൊരു ചാൻസ് കിട്ടുന്നു. അങ്ങനെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിലേക്ക് എത്താം. അതേപോലെ നേരത്തെ നമ്മൾ സ്കിമ്മിങ് പ്രൈസിൽ പറഞ്ഞു, പ്രൈസ് ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ മേലെ ഇത് ചെയ്യാൻ പറ്റും. എന്നാൽ പ്രൈസ് ഇലാസ്റ്റിറ്റി ഉള്ളിടത്ത് നമുക്ക് ഈ പെനട്രേഷൻ സ്ട്രാറ്റജി നല്ലതാണ്. പക്ഷേ പ്രൈസ് കുറച്ചാൽ ഡിമാൻഡ് കൂടും, പ്രൈസ് കൂട്ടിയാൽ ഡിമാൻഡ് കുറയുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് ഇല്ലേ, അവിടെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യേണ്ടത്, ദിസ് പെനട്രേഷൻ സ്ട്രാറ്റജി. ആൻഡ് ഇറ്റ് ഓൾസോ അട്രാക്ട്സ് ദ കസ്റ്റമേഴ്സ് ഓഫ് ലോ ഇൻകം ഗ്രൂപ്പ്. പ്രൈസ് സ്കിമ്മിങ്ങിൽ നമുക്ക് ഹൈ ഇൻകം ഗ്രൂപ്പിനെ മാത്രമേ അട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ലോ ഇൻകം ഗ്രൂപ്പിനെയാണ് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. ഹൈ ഇൻകം ഗ്രൂപ്പ് കുറവായിരിക്കും, ലോ ഇൻകം ഗ്രൂപ്പാണ് കൂടുതലുള്ളത്. അപ്പം അങ്ങനെയുള്ള ടീമിനെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ദിസ് പെനട്രേഷൻ സ്ട്രാറ്റജി വളരെ നല്ലതാണ്. സോ ദിസ് ഇസ് കോൾഡ് പെനട്രേഷൻ പ്രൈസിങ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പോലെ പറയുകയാണെങ്കിൽ, പ്രൈസ് സ്കീമിംഗ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ആപ്പിൾ കമ്പനി ആണെങ്കിൽ ദിസ് പെനട്രേഷൻ പ്രൈസിങ് ഈസ് അഡോപ്റ്റഡ് ബൈ ദ റിലയൻസ് ജിയോ കമ്പനി. ഓക്കെ, ഇനി പ്രൈസിങ് സ്ട്രാറ്റജി അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ദി പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഇപ്പം നമ്മൾ പ്രൈസിങ് സ്ട്രാറ്റജി പല ടൈപ്പ് പറഞ്ഞു അല്ലേ, ഏതൊക്കെയാണ്? These are the pricing strategies. ഇത്രയും പ്രൈസിങ് സ്ട്രാറ്റജീസാണ്: പ്രീമിയം, എക്കോണമി, സൈക്കോളജിക്കൽ, പെനട്രേഷൻ, സ്കിമ്മിങ്, ബണ്ടിൽ, വാല്യൂ ആൻഡ് പ്രൊമോഷണൽ ആൻഡ് കോസ്റ്റ് ബേസ്. അതിലെ പെനട്രേഷനും പ്രൈസ് സ്കിമ്മിങ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞു ഫോർ ദ ന്യൂ പ്രൊഡക്ട്സ് where it is entirely new product and higher price are fixed at the initial stage for the products which have inelastic demand. Here penetration we have seen low price are fixed at the initial stage of a product where the demand is or the elasticity is more. Price elasticity വളരെ കൂടുതലുള്ളിടത്ത് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പ്രൈസ് പെനട്രേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുക. അതിൻ്റെ എക്സാമ്പിൾസും പറഞ്ഞു. ഇനിയുള്ളത് നെക്സ്റ്റ്, ഓരോ പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിനനുസരിച്ച് നമ്മൾ പ്രൈസിങ് ഡിസിഷൻസ് വ്യത്യാസം വരും, അല്ലെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിക്ക് വ്യത്യാസം വരും. അതാണ് ഇനി പഠിക്കുന്നത്. അപ്പം നിങ്ങൾ PLC പഠിച്ചിട്ടുണ്ട് അല്ലേ, കഴിഞ്ഞ വർഷം മാർക്കറ്റിങ്ങിൽ പഠിച്ചതായിരിക്കും, കഴിഞ്ഞ സെമ്മിൽ. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ ഇങ്ങനെയാണ്. അപ്പം ഇൻട്രൊഡക്ഷൻ ഫേസ് ഉണ്ട്, ഗ്രോത്ത് ഫേസ് ഉണ്ട്, മെച്യൂരിറ്റി ഉണ്ട്, ഡിക്ലൈൻ ഉണ്ട്. ഇതാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ. നമ്മൾ ബിസിനസ് ലൈഫ് സൈക്കിളൊക്കെ പറയുന്ന പോലെ തന്നെ ബിസിനസ് ലൈഫ് സൈക്കിളിൽ മുഴുവൻ താഴ്ചയും പൊക്കമുണ്ട്. എന്നാൽ ഇവിടെ ഒരു പ്രൊഡക്റ്റ് എക്സ്പാൻഷൻ ചെയ്യുക, മെച്യൂരിറ്റി എത്തുമ്പോൾ പ്രൊഡക്റ്റ് എക്സ്പാൻഷൻ ചെയ്താൽ പിന്നെയും അതിന് ഒരു ഹയർ റൈസാണ് കാണുന്നത് അല്ലേ, പിന്നെയും കൂടിയേ വരത്തുള്ളൂ. ഈ ഒരു ഗ്രാഫ് റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെ പോയാൽ
പിന്നെ ഇങ്ങനെ പോവും, പിന്നെ എക്സ്പാൻഡ് ചെയ്താൽ പിന്നെയും കയറിയേ പോകത്തുള്ളൂ. ഹിയർ ഇഫ് വി ആർ നോട്ട് ഡൂയിങ് ദിസ് പ്രൊഡക്റ്റ് എക്സ്റ്റൻഷൻ ദ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ വിൽ ഫോൾ ടു എ ഡിക്ലൈൻ സ്റ്റേജ്. അപ്പോൾ ഈ ഓരോ സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്? ഓരോ സ്റ്റേജിൽ ഇപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഫേസ് അല്ലേ ഒരു മാർക്കറ്റിനുള്ള. അപ്പോൾ ആ ഒരു ഫേസിൽ എന്ത് സംഭവിക്കുന്നു? ഒരു ഇൻട്രൊഡക്ഷൻ ഫേസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇനീഷ്യലാണ്. ഒരു പ്രൊഡക്റ്റ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ പതുക്കെ ആയിരിക്കും ഗ്രോത്ത് വരണേ. അപ്പോൾ കസ്റ്റമറിന് ആ പ്രൊഡക്റ്റിനെ പറ്റി വലിയ വിവരമൊന്നുമില്ല, ബിക്കോസ് ദേ ആർ അൺഅവെയർ ദാറ്റ് ദർ ഈസ് എ പ്രൊഡക്റ്റ്. So at this stage we will be giving much expenses on the promotion, അഡ്വർടൈസ്മെൻറ്റും പ്രൊമോഷനും ഡിസ്കൗണ്ടും ഒക്കെ കൊടുക്കാൻ ശ്രമിക്കുകയായിരിക്കും. പക്ഷേ നമ്മുടെ സെയിൽസ് വോളിയം വളരെ കുറവായിരിക്കും. സെയിൽസ് ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറുതായിട്ടേ കൂടിയിട്ടുള്ളൂ, വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രൈസ് സ്കിമ്മിങ്ങോ ന്യൂ പ്രൊഡക്റ്റിൻ്റെ സ്ട്രാറ്റജീസ് ആയിട്ടുള്ള പ്രൈസ് സ്കിമ്മിങ്ങോ പ്രൈസ് പെനട്രേഷനോ യൂസ് ചെയ്യും. ഇനി ഇലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രൊഡക്റ്റുകൾക്കാണെങ്കിൽ പ്രൈസ് സ്കിമ്മിങ്ങും, ഇലാസ്റ്റിക്സിറ്റി കൂടുതലുള്ള ഒരു പ്രൊഡക്റ്റിനാണെങ്കിൽ നമ്മൾ പ്രൈസ് പെനട്രേഷനും കൊടുക്കും. അതിനുശേഷം നമ്മളെന്താ നെക്സ്റ്റ് ഫേസിലേക്ക് പോവുക, ഗ്രോത്ത് സ്റ്റേജിലേക്ക് നോക്കുക. ഗ്രോത്ത് സ്റ്റേജ് ആകുമ്പോൾ മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റിന് അക്സെപ്റ്റൻസ് വന്നു തുടങ്ങും, എല്ലാവരും ആ പ്രൊഡക്റ്റിനെ പറ്റി അറിയും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി സെയിൽസ് വോളിയം കുറച്ച് പെട്ടെന്നായിരിക്കും കൂടി വരുന്നത്. ആ ഒരു സ്റ്റേജിൽ നമുക്ക് പ്രൊമോഷനിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരത്തില്ല, പക്ഷെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടി തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും ദിസ് ഗ്രോത്ത് സ്റ്റേജ്. ഹിയർ വി ക്യാൻ ഫിക്സ് ഹയർ പ്രൈസസ്. ഇവിടെ നമുക്ക് ഹയർ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊഡക്റ്റ് മെച്യൂരിറ്റി ഫേസിലെത്തി. മെച്യൂരിറ്റി ഫേസ് എത്തുമ്പോഴോ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ പതുക്കെ ഈ ഒരു ഇൻക്രീസ് സ്ലോപ്പ് ഇവിടെ കാണുന്നില്ല, കുറച്ചേ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇവിടെ കുറയാനും തുടങ്ങും നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ്. ബിക്കോസ് അറ്റ് മെച്യൂരിറ്റി സ്റ്റേജ് ദേ വിൽ ബി അറ്റാക്ഡ് ബൈ ദി കോമ്പറ്റീറ്റേഴ്സ്. അവിടെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എൻട്രി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ റൈവൽ ഫേംസിൻ്റെ എൻട്രി കാരണം നമ്മുടെ സെയിൽസിന് കുറച്ച് വ്യത്യാസം വരും. ബിക്കോസ് സം കസ്റ്റമേഴ്സ് വിൽ ഗോ ടു ദി കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ ഇവിടെയുള്ള പ്രൈസിങ് സ്റ്റേജ് എങ്ങനെയായിരിക്കണം? നമ്മൾ പ്രൈസ് ഇച്ചിരി കുറയ്ക്കണം. നമ്മുടെ ഡിമാൻഡ് നിലനിർത്താൻ വേണ്ടി നമ്മൾ പ്രൈസ് ചെറുതായിട്ടൊന്ന് കുറച്ച് നോക്കേണ്ടി വരും. ആൻഡ് ലാസ്റ്റ് സ്റ്റേജാണ് ഇവിടെ പറയുന്നത്, എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് എക്സ്പാൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ചെയ്തില്ലെങ്കിൽ ഡിക്ലൈൻ സ്റ്റേജിലേക്ക് വരും. അപ്പോൾ ഡിക്ലൈൻ സ്റ്റേജ് വരുമ്പോൾ നമുക്കറിയാം സെയിൽസ് എന്താ, ഇവിടെ ഇങ്ങനെ നിന്നിരുന്ന സെയിൽസ് പെട്ടെന്ന് ഇടിയാനാണ് തുടങ്ങുന്നത്, ഡിക്ലൈനാണ് വരുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സ് കൂടുതലും അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും കോമ്പറ്റീറ്ററിൻ്റെ പ്രൈസിനേക്കാളും കുറച്ച് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സെയിൽ എന്താ പതുക്കെ കൂടി വരും. ഇങ്ങനെയാണ് നമ്മൾ പ്രൈസിങ് ഫിക്സ് ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഇപ്പോൾ ഓരോ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ആദ്യം ഇൻട്രൊഡക്ഷൻ ഫേസിൽ കസ്റ്റമേഴ്സിന് അത്ര വിവരമൊന്നുമില്ല നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി, അതുകൊണ്ട് നമ്മൾ പ്രൊമോഷന് കുറേ എക്സ്പെൻസ് കൊടുക്കും, പക്ഷേ സെയിൽസ് വളരെ കുറവായിരിക്കും. സോ ഹിയർ വി അഡോപ്റ്റ് ദിസ് പ്രൈസിങ് penetration or skimming pricing methods. Second, in the growth stage we will fix high price because the market the sales are more. അപ്പോൾ നല്ല പ്രൈസ് ഫിക്സ് ചെയ്ത് കൊടുക്കും. മെച്യൂരിറ്റി ഫേസിൽ നമുക്ക് കാണാം കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ വരുവാണ്, അതുകൊണ്ട് നമ്മളുടെ സെയിൽസ് കുറയുന്ന കാണാം, അതിനനുസരിച്ച് നമ്മൾ പ്രൈസും ചെറുതായിട്ട് കുറയ്ക്കേണ്ടി വരും. ആൻഡ് ഇൻ ദ ഡിക്ലൈൻ സ്റ്റേജ് ദ സെയിൽസ് ഹാവ് ഡ്രോപ്ഡ് ഡ്രാസ്റ്റിക്കൽ ചേഞ്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് വളരെ കുറയ്ക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ കോമ്പറ്റീറ്ററിനേക്കാളും വളരെയധികം കുറച്ചായിരിക്കണം നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്. സോ ദീസ് ആർ ദി പ്രൈസിങ് സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് അറ്റ് ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ദി പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഓക്കെ, ഇനി എന്താ ലാസ്റ്റ് ആണ് ഇത്, വാട്ട് ആർ ദി പ്രോബ്ലംസ് ഫേസ്ഡ് ഇൻ പ്രൈസിങ് എ ന്യൂ പ്രൊഡക്റ്റ്. പുതിയൊരു പ്രൊഡക്റ്റിന് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാം? ലാക്ക് ഓഫ് മാർക്കറ്റ് ഇൻഫർമേഷൻ. നമുക്ക് മാർക്കറ്റിനെ പറ്റി വലിയ ഒരു ഇൻഫർമേഷൻ ഇല്ല. മാർക്കറ്റിൽ ഈ ഒരു പ്രൊഡക്റ്റിന് എത്ര ഡിമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ഇഷ്ടങ്ങൾ എന്താ, വാട്ട് ആർ ദ കസ്റ്റമേഴ്സ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അല്ലെങ്കിൽ കസ്റ്റമറുടെ റിയാക്ഷൻസ് എന്താ, ഇതൊന്നും നമുക്ക് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളുടെ ചിലപ്പോൾ ഫിക്സ് ചെയ്യുന്ന പ്രൈസ് ശരിയാവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും സ്കിമ്മിങ് പ്രൈസിങ് ആണ് നല്ലതെന്ന്, പക്ഷേ അവിടെ പെൻട്രേഷൻ പ്രൈസിങ് ആവാം നല്ലത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും ഡ്യൂ ടു ലാക്ക് ഓഫ് മാർക്കറ്റ് ഇൻഫർമേഷൻ. പിന്നെ ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ്. നമ്മുടെ പ്രൊഡക്റ്റിന് പ്രോപ്പർ സ്റ്റാൻഡേർഡ്സ് ഇല്ല. ഒരു പുതിയ പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ കമ്പയർ ചെയ്യാൻ വേറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി, ഡിസൈൻ, കളർ, വെയ്റ്റ് അതൊന്നും നമുക്ക് വേറൊരു ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്ത പക്ഷം നമുക്ക് അറിയാൻ പറ്റത്തില്ല, കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസിങ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്താൽ ഫെയിലിയർ ആകാം. ഒരു പുതിയ പ്രൊഡക്റ്റ് അപ്പോൾ നമ്മൾ ഇന്നിലാസ്റ്റിക് ഡിമാൻഡാണെന്ന് വിചാരിച്ചിട്ട് അങ്ങ് പ്രൈസ് സ്കീമിങ് കൊടുത്തു, പക്ഷേ ആ പ്രൊഡക്റ്റിൻ്റെ ഡിസൈനൊന്നും കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദ കസ്റ്റമേഴ്സ് വിൽ നോട്ട് ബൈ ദാറ്റ് പ്രൊഡക്റ്റ്, അല്ലേ, വാങ്ങുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സിലാക്കി ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുക. ദെൻ ഹെവി പ്രൊമോഷണൽ എക്സ്പെൻസ്.
ഇൻട്രൊഡക്ഷൻ ഫേസിൽ നമുക്ക് പ്രൊഡക്റ്റിനെ പറ്റി കസ്റ്റമേഴ്സിന് ഒന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അഡ്വർടൈസ്മെൻറ്റിനാണെങ്കിലും ഡിസ്കൗണ്ട്സ് ആയിട്ട് കൊടുക്കാനും പ്രൊമോഷനും ഒക്കെ കുറേ പൈസ ചിലവാക്കുന്നുണ്ടാവും. ചിലപ്പോൾ സെലിബ്രിറ്റി അഡ്വർടൈസിങ് ഒക്കെ ചെയ്യും. ഭയങ്കര കോസ്റ്റ് ആയിരിക്കും. പക്ഷെ ആ കോസ്റ്റ് ഒരിക്കലും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. പെനട്രേഷൻ പ്രൈസിങ്ങും കൊടുക്കേണ്ടി വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. പെനട്രേഷൻ പ്രൈസ് എന്ന് വെച്ചാൽ വളരെ ലോ കോസ്റ്റിനാണ് നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കാൻ പോകുന്നത്. പക്ഷെ ഭയങ്കര പ്രൊമോഷണൽ എക്സ്പെൻസ് വന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും. പിന്നെ ഫിയർ ഓഫ് കസ്റ്റമർ റിജക്ഷൻ. കസ്റ്റമർ ഇനി നമ്മളുടെ പ്രൊഡക്റ്റിനെ റിജക്റ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ പ്രൈസ് സ്കിമ്മിങ് ഒഴിവാക്കി പ്രൈസ് പെനട്രേഷൻ അഡോപ്റ്റ് ചെയ്യാം. വലിയ പ്രൈസ് വെക്കേണ്ടടുത്ത് നമ്മൾ പേടിച്ചിട്ട് കസ്റ്റമറിൻ്റെ ഇഷ്ടം എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള പേടി കാരണം നമ്മൾ അഡോപ്റ്റ് ചെയ്യാതെ വരാം. പിന്നെ ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊരു കസ്റ്റമേഴ്സിലേക്ക് മാത്രം നമ്മുടെ പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ വെച്ചിട്ട് അവരിലേക്ക് മാത്രം പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യണേ അതിനനുസരിച്ച് നമ്മൾ മൊത്തം ഊഹിക്കുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ ആ കൺസെപ്റ്റ് ചില സമയത്ത് ഫെയിലിയർ ആവും. ബിക്കോസ് വി ആർ ടേക്കിംഗ് ഓൺലി എ ഫ്യൂ സെലക്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ചിലപ്പോൾ അത് ഹോൾ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതും ഒരു പ്രോബ്ലമാണ്. പിന്നെ പ്രൊഡക്ഷൻ പ്ലാനിങ് ഒരു പ്രശ്നമാണ്. ദാറ്റ് ഇസ് നമ്മൾ സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്തിട്ടായിരിക്കും പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ നല്ല ഡിമാൻഡ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെക്കാം. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഡിമാൻഡ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പ്രൊഡക്ഷൻ കുറയ്ക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് വ്യത്യാസം വരും പ്ലാനിങ് മാറുന്നതിനനുസരിച്ച്. ആൻഡ് ഓൾസോ ദ എസ്റ്റിമേഷൻ ഓഫ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ചിലപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നമ്മുടെ എസ്റ്റിമേഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഇപ്പം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള കോസ്റ്റ് വരും. ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും മിഡിൽമെന് കൊടുക്കാനും ഒക്കെ നമുക്ക് കോസ്റ്റുകൾ ഇൻവോൾവ് ആവുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അതുപോലെ കോസ്റ്റ് ഓഫ് എക്സ്പെൻസ് നമ്മൾ പ്രോപ്പർലി കാൽക്കുലേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യും. സോ ദീസ് ആർ ദ മേജർ പ്രോബ്ലംസ് ഫേസ്ഡ് ഇൻ എ പ്രൈസിങ് എ ന്യൂ പ്രൊഡക്റ്റ്. പ്രൈസ് സ്കിമ്മിങ്ങോ പ്രൈസ് പെനട്രേഷനോ ഏതൊരു സ്ട്രാറ്റജി കൊടുക്കാൻ നോക്കുമ്പോഴും എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും. അതാണ് ലാക്ക് ഓഫ് മാർക്കറ്റ് ഇൻഫർമേഷൻ, ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഫോർ കമ്പാരിസൺ, then heavy promotional expense at the introductory phase, then fear of customer rejection, test marketing, production planning and estimation of cost of production, and also the cost of sales. Cost of sales and cost of production estimate ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകളും ഒക്കെ പ്രൈസിങ്ങിനെ എഫക്റ്റ് ചെയ്യും. So these are the major problems. So with this we can end today's class. We have reached the end. Okay. അപ്പം ഇന്ന് നമ്മളുടെ 4th മൊഡ്യൂളും കംപ്ലീറ്റ് ആയിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ്, ഒരു എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ ഹൈ പ്രൊഡക്ഷൻ കൊണ്ടുവരുമ്പോൾ കോസ്റ്റ് കുറയുന്ന കൺസെപ്റ്റ് പറഞ്ഞു. ഡിസെക്കോണമീസിലാണെങ്കിൽ ഔട്ട്പുട്ട് കൂട്ടുന്നതിനനുസരിച്ച് നമ്മളുടെ കോസ്റ്റും കൂടുന്ന കൺസെപ്റ്റ് പറഞ്ഞു. അതെങ്ങനെയാണ് അത് സംഭവിക്കുന്നതെന്നും, ദെൻ പ്രൈസിങ് പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ്, കൺസിഡറേഷൻസ് ആൻഡ് ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസിങ് പോളിസി, കോസ്റ്റ് ബേസ്ഡ്, ഡിമാൻഡ് ബേസ്ഡ് ആൻഡ് കോമ്പറ്റീഷൻ ബേസ്ഡ്, then various pricing strategies in which we have discussed the penetration strategy and skimming strategies which are adopted for the new products. അതിൽ സ്കിമ്മിങ് എവിടെയൊക്കെ യൂസ് ചെയ്യും ആൻഡ് വേർ ദ പെനട്രേഷൻ ഇസ് യൂസ് ആൻഡ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ആപ്പിളും അതുപോലെ റിലയൻസ് ജിയോയും. പിന്നെ ഓരോ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ സ്റ്റേജിൽ നമ്മൾ എങ്ങനെയാണ് പ്രൈസിങ് സ്ട്രാറ്റജി സെലക്ട് ചെയ്യുന്നതെന്നും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒരു പുതിയ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിങ്ങിൽ നമ്മൾ ഫേസ് ചെയ്യുന്നതും, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. So I will send the assignment topic in the group. അപ്പോൾ ആ അസൈൻമെൻറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക, ഇത് പഠിക്കുകയും ചെയ്യുക. So with this our module number 4 is also completed. Okay, thank you.